കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനമായ ദൈവജനത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരമൊരുക്കിയ ICCക്ക് ഈ കൂട്ടായ്മയ്ക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവകൃപയാൽ ഈ രാജ്യത്ത് കടന്നു വരുവാൻ സ്വർഗമിടയാക്കി ചില ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിപ്പാനൊക്കെ അതെൻ്റെ ലൈഫിലും ഒത്തിരി ദൈവിക വിടുതലുകൾ കാണുന്ന, ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ദിവസങ്ങളായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഒരു മീറ്റിംഗ് വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വിജയിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. ആമേൻ. നമ്മുടെ ഒരു പ്രോഡക്റ്റ്, എൻ്റെ ഒരു കുറച്ച് കപ്പയുണ്ട്, അത് നന്നാകണമെങ്കിൽ അത് നന്നാകണമെങ്കിൽ മാർക്കറ്റ് വേണം അല്ലേ? മാർക്കറ്റ് മാത്രം ഉണ്ടായിരുന്ന കപ്പ പോവോ? അത് വാങ്ങാനുള്ള ആൾക്കാരും വേണം. അപ്പം ദൈവം എനിക്ക് കുറച്ച് മെസ്സേജ് തന്നു, ഇവിടെ വന്നു നിന്നിട്ട് നിങ്ങൾ വാങ്ങാനില്ലായിരുന്നെങ്കിൽ എന്നായി തന്നെ. സോ നിങ്ങൾ വാങ്ങിയത് കൊണ്ട് ആമേൻ, അതിനകത്ത് ആമേൻ വീണ്ടും വീണ്ടും പ്രൊഡക്ഷൻ നടന്നു, അത് വീണ്ടും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു, കണ്ടവർ വാങ്ങിച്ചു, അതിങ്ങനെ നടക്കുക. പ്രൈസ് ലോർഡ്. അതാണ് മിനിസ്ട്രി എന്നുള്ളത്. ഹല്ലേലൂയ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ സ്വർഗമിടയാക്കിയല്ലോ. പ്രിയ വർഷിപ്പ് ടീമിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഓരോ ആഴ്ചയിലും ഓരോരോ ടീമുകൾ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയുള്ളവരല്ല, ഇന്ന് അങ്ങനെ ആമേൻ വ്യത്യസ്തമായി ഒത്തിരി പഠിക്കുവാൻ, എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ എനിക്കിടയായതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ദൈവം നമ്മളോട് സംസാരിച്ചു. പറഞ്ഞതല്ല ഓർമ്മയുള്ള ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാം കേട്ടു, ചിലപ്പോൾ എല്ലാം കുഴഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? ഒരു കുഴപ്പമില്ല. കർത്താവിനെല്ലാം അറിയാം. അതാത് സമയങ്ങളിൽ ഇങ്ങനെ പണ്ടൊരിക്കലും ഒരു സൺഡേ സ്കൂളിൽ ഇങ്ങനെ കൊച്ചെല്ലാ ദിവസവും സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്. ഓരോരോ കഥകളാണ് പഠിക്കുന്നത്. പഠിച്ച് അവസാനം ടീച്ചർ എക്സാമിന് ചോദ്യം ഇതിട്ടു. ഗുഡ് സമരിറ്റൻ്റെ ഉപമ എഴുതാൻ പറഞ്ഞു. ഗുഡ് സമരിറ്റൻ്റെ കൊച്ചു കണ്ണടച്ചപ്പോൾ എല്ലാം കൂടി ഒരു പുകയായിട്ടിരിക്കുക. അവൻ എഴുതി തുടങ്ങി. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തു, നുറുക്കി. ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ബാക്കിയുള്ളത് 12 കൊട്ട നിറച്ചെടുത്തു. ചോദിച്ചതെന്താ? ഗുഡ് സമരിറ്റൻ. അവൻ തുടങ്ങിയത് തന്നെ ഗുഡ് സമരിറ്റൻ. എല്ലാം കൂടി അപ്പം പലരും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. ഒരു കുഴപ്പമില്ല. കർത്താവിനറിയാം ഏത് സമയത്ത് അവൻ ഏത് വേർഡ് നിനക്ക് വെളിപ്പെടുത്തണമെന്ന്. അവൻ അതുകൊണ്ട് ഇതെല്ലാം കേട്ടു ഒന്നും മനസ്സിലായില്ലല്ലോ, ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് കേട്ടാൽ മതി, ഇതിനകത്ത് ജീവനുണ്ട്. ആമേൻ. അതാത് സമയങ്ങൾ ഇങ്ങനെ വെളിപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ മഞ്ഞയെക്കുറിച്ച് ഞാൻ എവിടെയോ പറഞ്ഞു. മഞ്ഞയിൽ പൊതിഞ്ഞ മന്ന. ദൈവം മന്ന കൊടുത്തത് എങ്ങനെയാ? ഡയറക്റ്റ് അല്ല, മഞ്ഞിനകത്താണ് മന്ന. ആമേൻ. സ്തോത്രം. എന്തിന് ദൈവം മഞ്ഞിൽ പൊതിഞ്ഞു? 2 കാര്യം. ഒന്ന്, മണ്ണ് പറ്റാതിരിക്കാനായിരിക്കും. വീഴുന്നത് എവിടാ? മണലിനകത്താ. മണ്ണ് പറ്റാതിരിക്കാൻ മഞ്ഞിൽ പൊതിഞ്ഞ് കൊടുത്തതായിരിക്കാം. 2, ആമേൻ, ഈ സൂര്യൻ്റെ ചൂട് ഡയറക്റ്റ് അടിക്കും. ആമേൻ. മരുഭൂമിയിൽ വീണ് കിടക്കുക, കുറച്ചു നേരം കഴിയുമ്പോൾ എന്തുരുകും? മഞ്ഞുരുകും. എന്ത് വെളിപ്പെടും? മന്ന വെളിപ്പെടും. പരിശുദ്ധാത്മാവിൽ പൊതിഞ്ഞ മന്നയാ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നേ. ആമേൻ. സ്തോത്രം. ഇത് ലൈഫിൽ ഇങ്ങനെ കിടക്കുക. എന്നും ഇങ്ങനെയല്ല. നമ്മൾ നടക്കുന്ന മരുഭൂമികളിൽ ജീവിതത്തിൻ്റെ ചില വേദനിപ്പിക്കുന്ന, സൂര്യൻ്റെ ചൂട് പോലെ അടിക്കുന്ന ചില പ്രതിസന്ധികൾ വരാം. അന്ന് ആമേൻ എന്ത് സംഭവിക്കും? ആമേൻ. സ്തോത്രം. വചനം ഇങ്ങനെ, മന്ന ഇങ്ങനെ റിവീലായി വരും. അത് നമ്മളെ ജീവിപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചയിലും ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആമേൻ. ഇപ്രാവശ്യത്തെ യാത്രയുടെ അവസാനത്തെ മെസ്സേജാണ് ഇന്ന്. മെസ്സേജായിട്ട് കർത്താവ് ഹല്ലേലൂയ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്യം, പെട്ടെന്ന് വാക്യമല്ല, വേദഭാഗം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. യഹോശാഫാത്ത് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ 12ാമത്തെ വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഐ തിങ്ക് അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളാണ് വായിച്ചത്. പക്ഷേ ആമേൻ, അത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മറിച്ച് നോക്കിയപ്പോൾ 12ാമത്തെ വാക്യം, അതിനകത്തൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? മെസ്സേജ് അല്ല, ദൈവം ഓർപ്പിച്ചത് കൊണ്ട്, നിങ്ങളുള്ളൊരു ദൂതായതുകൊണ്ട് പറയുക. 2 Chronicles chapter 20 verse 12. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എനിക്ക് ശക്തിയില്ല. 2ാമത്തെ പദം എന്താ വായിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന്
അറിയത്തുമില്ല. രണ്ട് വാക്ക്. ഒന്ന്, എനിക്ക് ശക്തിയില്ല. രണ്ട്, എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഇന്ന് പകൽ അങ്ങനെയുള്ളവരുണ്ട്. 2 Chronicles chapter 20 verse 12, 20:12. കർത്താവേ, ഈ പ്രോബ്ലത്തെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? എനിക്കതിന് ശക്തിയില്ല. രണ്ട്, ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തുമില്ല. എന്നാൽ എന്നെ ബലപ്പെടുത്തിയൊരു വാക്ക് എന്നാന്നറിയാമോ? യഹോശാഫാത്ത് രാജാവാണ്. അവൻ പറയുന്നു, എനിക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പക്ഷെ അടുത്ത ഒരു പദം എന്താ പറയുന്നേ? എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. അടുത്ത വാക്ക് സഭയ്ക്ക് വായിക്കാൻ പറ്റുമോ? അത് മതി. ആ ഒരു വേർഡ് മാത്രം പറഞ്ഞാട്ടെ, മതി. ആ ഒരു വാക്ക് ഒന്നുകൂടി പറ. എങ്കിലും. വാക്കിന്റെ പവർ കണ്ടോ? എനിക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പുസ്തകം മടക്കിയെന്നാണോ? അതുകൊണ്ട് രാജാവിന്റെ ജോലി നിർത്തിയെന്നാണോ? അതുകൊണ്ട് എന്നാ പിന്നെ ആമേൻ സ്തോത്രം വരുന്ന വരുന്ന എനിമിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാന്നാണോ? നോ, എനിക്ക് ശക്തിയില്ല, എന്തോ ചെയ്യണമെന്നൊരു പിടിയുമില്ല. എങ്കിലും സ്തോത്രം, നെഗറ്റീവിനെ മുഴുവൻ പോസിറ്റീവ് ആകുക. എങ്കിലും ഞാൻ നിന്നെ നോക്കാൻ റെഡിയാ. എനിക്ക് ശക്തിയുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. എങ്കിലും എന്റെ കണ്ണ് ഞാൻ ഉയർത്തും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമുക്കും പറയാൻ പറ്റുമല്ലേ, പാസ്റ്റേ ഒത്തിരി പ്രോബ്ലം ഉണ്ട്, ഇതെങ്ങനെ സോൾവ് ആകുമെന്ന് അറിയത്തില്ല, എങ്ങനെ നടക്കും അറിയത്തില്ല, ഫ്യൂച്ചർ എന്താ അറിയത്തില്ല, എങ്ങനെ പോകും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എങ്കിലും. ആമേൻ. വേദപുസ്തകത്തിൽ എങ്കിലും, ഇന്ന് ഞാൻ ഹോംവർക്ക് തരാം. ബൈബിൾ വായിക്കുമ്പോൾ എങ്കിലും എന്ന് കാണുന്നിടത്തെല്ലാം അടിയിൽ വരയ്ക്കുക. എങ്കിലും എന്നതിന് ഇംഗ്ലീഷ് വേർഡ് എന്താന്ന്, പെർഫെക്റ്റ് വേർഡ് എന്നാ കിട്ടുമെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ മനസ്സിലായല്ലോ. എങ്കിലും പറയുന്ന മുഴുവൻ നെഗറ്റിവിറ്റിനെ ടോട്ടലി പോസിറ്റീവ് ആക്കുന്ന ഒരു വാക്കാ എങ്കിലും. വേദപുസ്തകത്തിൽ കുറെ വാക്കുകളുണ്ട്. ഞാൻ അത് ഇങ്ങനെ ഈ വാക്യം അവിടുന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറെ വന്നു. ഒരിക്കൽ പത്രോസ് യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിട്ടും ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയാവോ? ഞാൻ മീൻ പിടിക്കാൻ പോകുന്ന രാത്രിയിലാ. ഞാൻ രാത്രിയിൽ ഇന്നലകളിൽ മീൻ പിടിക്കാൻ പോയാൽ നിറഞ്ഞ പടകുമായിട്ടേ രാവിലെ വന്നിട്ടുള്ളൂ. രാവിലെ പടകിൽ വന്ന് കയറുമ്പോൾ ഈ മീൻ മേടിക്കുന്ന സ്ഥിരം ആൾക്കാരുണ്ട്, ചന്തയ്ക്ക് കൊണ്ടുപോകുന്നവർ. അത് എൻ്റെ പടകിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നലത്തെ രാത്രി ഇടം വലം ഞാൻ വീശി, മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ഒരു ഫിഷർമാൻ എത്രത്തോളം ചെയ്യാമോ അത് മുഴുവൻ ശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല. അടുത്ത പദം എങ്കിലും. ഇതുവരെ ട്രൈ ചെയ്തു, കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഒന്നുകൂടി ഞാൻ ശ്രമിക്കാം. പറയാൻ പറ്റുമോ? ഇതുവരെ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. അടുത്ത വാക്ക്, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. ഇതുവരെ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല, എങ്കിലും ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അടുത്തൊരു സങ്കീർത്തനം 92 ഒരു വാക്യമുണ്ട്, എങ്കിലും നീ എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. എങ്കിലും. ഹല്ലേലൂയ. ദാനിയേലിൽ ഒരു വാക്യമുണ്ട്. അവൻ സ്തോത്രം അവിടെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് റെഫറൻസ് ഒന്നും വരുന്നില്ല. 11:32 തോന്നുന്നു. നീ ദുഷ്ടന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നിട്ട് അടുത്ത വാക്ക് പറയുന്നു, എങ്കിലും യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സ്തോത്രം. ഇന്ന് പകൽ എങ്കിലും എന്നുള്ളൊരു വേർഡ് എത്ര പേർക്ക് അകത്ത് കയറി? ഹല്ലേലൂയ. കഴിഞ്ഞ 10 വർഷം 20 വർഷം പാസ്റ്ററെ ഞാൻ ഈ രാജ്യത്തിലുണ്ട്. അമ്മൻ ഒത്തിരി പ്രാവശ്യം പലതും നോക്കി, പറ്റുന്നില്ല പാസ്റ്ററെ, നടക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനൊരു തിരിച്ചു പോകുന്നത് തലകുനിച്ചിട്ടല്ല, എങ്കിലും ഞാൻ കാത്തിരിക്കും, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഞാൻ ഉപവസിക്കും. ഇന്ന് പകൽ അങ്ങനെ തീരുമാനിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമൻ. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 20-ാം അധ്യായം നിങ്ങൾ വായിക്കുക. അസാധാരണമായ വെളിപ്പാടുകൾ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവാക്ക് എന്നോട് സംസാരിച്ചതാണ്. ഇതുവരെ നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കാത്തിരിക്കുകയൊക്കെ ചെയ്തു. പലതും മറുപടികൾ ഇല്ലെന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. ആമേൻ. എങ്കിലും പ്രാർത്ഥിക്കുക, എങ്കിലും ചുവട് വയ്ക്കുക, എങ്കിലും മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. വേഗത്തിൽ ആമേൻ സ്തോത്രം. ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇന്നലെ വായിച്ചതായ ആ പുസ്തകത്തിൽ നിന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. 1 Corinthians chapter 16 verse 9.
16-ാം അധ്യായം 9-ാമത് വാക്യം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു വേർഡ് 9-ാമത്തെ വാക്യം എല്ലാവരും. ആമേൻ, സ്തോത്രം. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ വേണ്ടി പോവാ. വായിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. എനിക്ക് എന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് ചേർത്ത് വായിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വായിച്ചാട്ടെ. നിങ്ങളുടെ പേര് പറഞ്ഞു വായിക്കണം. ജോയിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും. ഒന്നുകൂടി ശബ്ദമുയർത്തി. ഇനി പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടോ? ഇനി പ്രസംഗിക്കണോ? അത് മെസ്സേജ് ആയില്ലയോ? നിങ്ങളുടെ ദൂത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. എനിക്ക് ജോയിക്ക്, അല്ലെങ്കിൽ എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു എന്ന് നമ്മൾ തന്നെ അങ്ങ് പ്രൊക്ലൈം ചെയ്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കണ്ട ഒരു വെളിപ്പാടാണിത്. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ, ഏതൊക്കെ പ്രതിസന്ധി വന്നാൽ ആ പേര് നിങ്ങളങ്ങ് എഴുതിയിടുക. ആമേൻ, സ്തോത്രം. എനിക്കെന്നുള്ള സ്ഥാനം ചങ്കത്ത് കൈവച്ചുകൊണ്ട് പൗലോസ് പറയുക, നിനക്കല്ല, എനിക്ക് വാതിൽ തുറന്നിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തരും ഇത് പറയാ, ദൈവം എനിക്കൊരു ഡോർ തുറന്നിട്ടുണ്ട്. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ എനിക്കവൻ തുറന്നിട്ടുണ്ട്. ആർക്കും ക്ലോസ് ചെയ്യാൻ കഴിയാത്തൊരു വാതിൽ എനിക്ക് വേണ്ടി അവൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അത് നടക്കും. ഹല്ലേലൂയ. ആ വാക്യത്തിന് 2 ഘട്ടമുണ്ട്. ഇനി എൻ്റെ കൂടെ നിങ്ങൾ പെട്ടെന്ന് വരിക. ഈ പുസ്തകത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ ഇന്നലെ രാത്രി പഠിച്ചു, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. സ്തോത്രം. ഒരു വാക്കുകൂടി പറയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചതുൾപ്പെടെ 1:12 ഉൾപ്പെടെ എല്ലാം നമ്മൾ കാണുന്നൊരു പദമുണ്ട്. നിങ്ങൾ എന്നൊരു വാക്കുണ്ടല്ലേ. നിങ്ങൾ, നീ എന്ന വാക്ക് ഇഷ്ടം പോലെ എടുത്ത് കാണാം. 1 പറയുന്നു നിങ്ങൾ, 2 പറയുന്നു നിങ്ങൾ, 3 പറയുന്നുണ്ട് നിങ്ങൾ, 4-ാം അധ്യായത്തിലുണ്ട് നിങ്ങൾ, പലയിടത്ത് പറയുന്നുണ്ട്. ആമേൻ. 5-ാം അധ്യായം 7-ാം വാക്യം, 7-ാം അധ്യായം 13-ാമത്തെ അധ്യായം 13th ചാപ്റ്റർ മുഴുവൻ നീയാ. നിങ്ങളിൽ സ്നേഹമില്ല, നിങ്ങളിൽ അതില്ല, നിങ്ങൾ ഇതില്ല, നിങ്ങൾ 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 യു 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 എന്ന് പറഞ്ഞ പൗലോസ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യൻസിൽ മറ്റുള്ളവരോട് ദൂത് പറയുക. നീ വിടുവിക്കപ്പെടുക, നീ സ്നേഹിക്കുക, നീ കാര്യവിചാരകത്വമായിരിക്കുക, നീ മനസ്സുള്ളവനാകുക, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുക. ഇങ്ങനെ പറഞ്ഞു വന്ന് 16-ാം അധ്യായം പുസ്തകം തീരുക, ചാപ്റ്റർ എഴുതി നിർത്തുന്നതിന് മുൻപ് കർത്താവ് പറയുക, മോനെ, നീ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനല്ലേ, നീ മറ്റുള്ളവരെ എൻകറേജ് ചെയ്തല്ലേ, നീ മറ്റുള്ളവരോട് ദൂത് പറഞ്ഞല്ലേ, തീരുന്നതിന് മുമ്പ് നീ നിന്നെക്കുറിച്ചൊന്ന് പറയണം മോനെ. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ചൊങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാ, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പൗലോസ് കൈവച്ച് പറയും, എനിക്ക് വേണ്ടിയും അവനൊരു വാതിൽ തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കുന്ന, കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മാതാവേ, നിന്റെ വിഷയത്തിന് വില കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പൗലോസിനെ പോലെ കരഞ്ഞവർ ഇതിനകത്തിരിപ്പുണ്ട്. നിന്നോട് ദൈവം പറയുക, അവർക്ക് വേണ്ടി മാത്രമല്ല വിടുതൽ, നിനക്ക് വേണ്ടിയും ചില വാതിലുകൾ ദൈവം തുറക്കും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം പൗലോസ് എഴുതിയിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ആമേൻ ഹോണ്ടി എന്നൊരു വേർഡാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകാൻ പ്രസവവേദനപ്പെടുന്നതായ ഞാൻ. കുഞ്ഞുരുവാകുന്നത് ആരുടെ ഉള്ളിൽ? നിങ്ങളിൽ. ആ ലേബർ പെയിൻ ആരെടുത്തെന്നാ പറയുന്നേ? ഞാൻ എടുത്തോളാം, നീ വേദനിക്കണ്ട. ആ പൗലോസിന്റെ ആ ആറ്റിറ്റ്യൂഡ് എത്ര മനസ്സിലായി എന്ന് പറഞ്ഞാൽ, അടുത്തിരിക്കുന്നവൻ ഒരു വിടുതൽ കിട്ടാൻ ആ ലേബർ പെയിൻ ഞാൻ എടുക്കാൻ റെഡിയാന്ന്. നീ വിടുവിക്കപ്പെട്ടോ, പക്ഷെ നിന്റെ വിടുതലിനെതിരെ നിൽക്കുന്ന സ്ട്രഗിളുകളില്ലേ, അത് ഞാൻ ക്യാരി ചെയ്യാം. അങ്ങനെ ക്യാരി ചെയ്ത മാതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, സഹോദരിമാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, പിതാക്കന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്റെ കുഞ്ഞിന് വേണ്ടി അല്ല നീ കരഞ്ഞത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അല്ല നീ ഇടിവിൽ നിന്നത്. ആരുടെയൊക്കെയോ ഉള്ളിൽ ക്രിസ്തു ഉരുവാകാൻ, എവിടെയൊക്കെയോ വിടുതൽ നടക്കാൻ നീ ഇടിവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്നു, നിനക്ക് ഒരു വെളിപ്പാടുണ്ട്, നിനക്ക് ഒരു വാതിൽ ദൈവം തുറക്കും. അത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്, ദൈവം എനിക്കൊരു വഴി തുറക്കുമെന്ന്? ദൈവം എനിക്ക് ഒരു വാതിൽ തുറക്കും. ഈ വാക്യത്തിന് 2 ഘട്ടമുണ്ട്, 2 പൊസിഷനുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്, എതിരാളികളും ഉണ്ട്.
വാതിൽ തുറന്നിട്ടുണ്ട്. ചിലർക്കൊരു കുഴപ്പമുണ്ട്. സ്തോത്രം. അവർ വാതിൽ മാത്രമേ കാണത്തുള്ളൂ. വിടുതൽ 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 മാത്രമേ ഉള്ളൂ. കണ്ണടച്ച വഴിയാ, കണ്ണടച്ച സ്വർണത്തിന്റെ ഡോറൊക്കെ ഇങ്ങനെ ഒന്നുമില്ല. ചിലരുണ്ട് കണ്ണടച്ചാലേ പോരാട്ടമാ. എൻ്റെ ഭാഷ പറഞ്ഞ കയറി വരുമ്പോഴേ ശാസിച്ചോണ്ടാ കയറി വരുന്നേ. കണ്ടോ, ഇത് രണ്ട് എക്സ്ട്രീമാ. ചിലർ കണ്ണടച്ച വഴി, ചിലർ കണ്ണടച്ച പോരാട്ടം. പൗലോസിന്റെ ബാലൻസ് കണ്ടോ? പുള്ളി കണ്ണടച്ചപ്പോ വഴിയും കണ്ടു, എതിരാളിയും കണ്ടു. ഇതാ ദൈവിക വെളിപ്പാട്. എന്ന പകൽ നീ ഒരു വഴി കണ്ട അതിൽ മതിമറക്കല്ല, വഴിക്കെതിരെ ഒരു എതിരാളി കാണും. ഇനി നീ എതിരാളിയെ കണ്ടാൽ അവിടെ നിന്ന് എഴുതേക്കരുത്, എതിരാളിക്ക് ഇപ്പുറത്തൊരു വഴിയും കാണും. ഇത് രണ്ടും കൂടി കണ്ടിട്ടേ പ്രാർത്ഥന നിർത്താവൂ. ഇന്ന് പകൽ ഒരു വഴിയാണ് നിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുന്നെങ്കിൽ കണ്ണടയ്ക്കണം, വീണ്ടും കണ്ണടയ്ക്കണം. കർത്താവ്, ഈ വഴി നീ വെളിപ്പെടുത്തിയെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു എതിരാളി കാണും, അതുകൂടി എനിക്ക് വെളിപ്പെടുത്തുക. അല്ല, നിന്റെ മുമ്പിൽ ഒരു എതിരാളിയാണ് നീ കാണുന്നതെങ്കിൽ, ഒരു സ്ട്രഗിളാണ് നീ കാണുന്നതെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കണം. ഈ സ്ട്രഗിൾ ദൈവം തന്നെങ്കിൽ ഇതിനിപ്പുറത്തൊരു വഴി ദൈവം തന്നിട്ടുണ്ടോ? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഈ ആംഗിളിലായിരിക്കും ഇന്ന് രാത്രി, ഇന്ന് പകൽ നമ്മൾ വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ ആ വാതിലിന്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് വലിയതും സഫലമാകുന്നതായ വാതിൽ. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം ഒരു ദൈവ പൈതലിന് തുറക്കുന്ന വാതിൽ വലിയതും സഫലമാകുന്നതുമായിരിക്കും. ഇനി സ്തോത്രം, നിങ്ങളെ വചനം അതുപോലെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഞാൻ മനസ്സ് തുറന്ന് പറയാം. ഈ വലുത് വലുത് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ലോങ് ആണോ? അല്ല, ഗ്ലോറിയെ ഉദ്ദേശിച്ചാ പറയുന്നേ. പോയിന്റ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, നിനക്ക് ദൈവം ഒരു വഴി വെളിപ്പെടുത്തുന്നത് ലോകത്തിൽ ആർക്കും വെളിപ്പെടാത്ത, ഇവിടെ എല്ലാവരും അങ്ങ് അംബാനിയാക്കുമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നിനക്ക് ദൈവം തരുന്നൊരു കഞ്ഞിയും ചമ്മന്തിയും ആയിരിക്കും. പക്ഷെ അതിനകത്തൊരു ഗ്ലോറി കാണും. അതിൻ്റെ വലിപ്പം കണ്ടോ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഫുഡ് കഴിക്കുന്നവർക്ക് കിട്ടാത്ത ഒരു വലിപ്പം, ആ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ ആ ചെറിയ വിടുതലിനകത്ത് ദൈവം മറച്ച്. ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല. അത് നോക്കുമ്പോൾ അപ്പോ ഇതെന്തോ വലിപ്പമാ. കണ്ടോ? ഹല്ലേലൂയ. ഇപ്പൊ ദൈവം നമുക്ക് അപ്പൊ വലിപ്പത്തിൽ തുറക്കത്തില്ലേ? വേണമെങ്കിൽ തുറക്കും. അതിന് ആമേൻ. സങ്കീർത്തനത്തിലൊരു വാക്യം പറയുന്നു, അവൻ കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും. അടുത്ത പദം അതിനൊരിച്ചിരി അർത്ഥമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും ആഹാരം കൊടുക്കുന്നു എന്നല്ല വാക്യം, ആ താത്തിന്റെ ആഹാരം. അതിന്റെ അർത്ഥം അല്ല, കാക്കയ്ക്കുള്ള ആഹാരം സിംഹത്തിന് കൊടുക്കുകയല്ല. സിംഹത്തിന്റെ ആഹാരം, നിങ്ങൾ ചിന്തിച്ച, കാക്കയ്ക്ക് കൊടുക്കുന്ന ആഹാരം സിംഹത്തിന്റെ മുമ്പിൽ വിളമ്പിയാൽ എന്നാ ആയിരിക്കും? അച്ചാറായിട്ട് പോലും പുള്ളിക്ക് തോന്നുകയല്ല, അല്ലേ? സിംഹം കഴിക്കുന്ന പ്ലേറ്റിന്റെ അച്ചാറിന്റെ ക്വാണ്ടിറ്റി കാക്കയുടെ ഫുഡിനെക്കാളും കാണും. ഇനി സിംഹത്തിന് കൊടുക്കുന്ന എടുത്ത് കാക്കയ്ക്ക് കൊടുത്താലോ, പുള്ളി ഫ്രീസർ മേടിച്ച് മുടിയും. കാരണം ഇതെല്ലാം കൂടി വെച്ച് കഴിക്കണ്ടേ. സ്വതന്ത്രം. കണ്ടോ? ഇത് നമ്മളെക്കാളും, നമ്മളപ്പം സിംഹത്തെ നോക്കിയിട്ട് പറയാ അതെനിക്ക് കിട്ടിയില്ലെന്ന്. ഇല്ല കുഞ്ഞെ, നീ കാക്കയാ ദൈവത്തിന്. കണ്ടോ? തൊട്ടപ്പുറത്ത് നീ സിംഹമാണോ? തമ്പുരാൻ പറയുന്നു, ഇല്ല, കാക്കയ്ക്ക് കൊടുക്കുന്നത് അതൊന്നും നിന്നെ പറ്റിക്കത്തില്ല. നീ കാക്കയാണോ, സിംഹത്തിന് കൊടുത്ത് നിനക്ക് ടെൻഷനും വരത്തില്ല. അതാണ് ദൈവത്തിന്റെ മഹത്വം എന്നുള്ളത്. നിനക്ക് വേണ്ടുന്ന തരത്തിൽ മഹിമയോടെ തരാൻ ദൈവം വിശ്വസ്തന്. അവൻ വലിയതും സഫലവുമാകുന്നതെന്ന് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തട്ടെ. എത്ര പേരത് കൊതിക്കുന്നുണ്ടാ? 2, നമ്മുടെ നിലവാരം അറിഞ്ഞായിരിക്കും ദൈവം ചെയ്യുന്നേ. അതുകൂടി പറയാം. ചേർച്ച് ആയതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു പ്രസംഗം എന്നതല്ല. പ്രസംഗവും വിടുതലും ഒക്കെ ഇന്നലെ കൊണ്ട് ദൈവം കഴിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ജോയിച്ചാനോട് പറഞ്ഞു, നമ്മൾ ഈ പറമ്പിലൊക്കെ കപ്പ ഇഷ്ടമുള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിലോട്ടൊക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ. സ്വത്ര ഈ പറമ്പിൽ ഇങ്ങനെ കപ്പ എല്ലാം ക്ലിയറായി നിൽക്കുമ്പം നമ്മൾ പിഴുകത്തില്ലേ? പിഴുത് ലാസ്റ്റ് ഒരറ്റത്തുനിന്നേ വരും. ഒരറ്റത്തുനിന്ന് വന്ന് ഒരറ്റമാകുമ്പോൾ ഒരു 3-4 മണ്ണം മാത്രമേ ഇനി പിഴാനുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ 2-3 കമ്പൂടി പറിച്ച് കളഞ്ഞാൽ ഓക്കെ. അപ്പം ആ ഒരു ലെവലിലായതുകൊണ്ട് അപ്പം ആ ഒരു ചിന്തയിൽ ഇരുന്നാൽ മതി. കർത്താവേ, ഇന്ന് കർത്താവ് ആമേൻ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ദൈവം ചെയ്യുക. അപ്പം നമ്മുടെ നിലവാരം അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത്. ഒരിക്കൽ സാരഭാത്തിലെ വിധവയുടെ അടുക്കൽ ആര് പോയി? ഏലിയാവ് പോയി. അവിടെ വായിക്കുന്ന 1 പിടി മാവും അല്പം എണ്ണയും. അടുത്ത പദം, അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഇതുകൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാനിരിക്കുക. ആ വാക്യത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? അവൾക്ക് വിറക് വെറുക്കാൻ
അറിയാം, മാവ് കുഴയ്ക്കാൻ അറിയാം, അപ്പം ഉണ്ടാക്കാൻ അറിയാം. പിന്നെന്ത് മനസ്സിലായി? അപ്പച്ചട്ടിയും വീട്ടിലുണ്ട്. അത്ര ഒരു വാക്യം വായിച്ചാൽ ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. സ്വത്രം. അപ്പൊ അപ്പം ഉണ്ടാക്കാനുള്ള അപ്പച്ചട്ടി വരെ അവളുടെ വീട്ടിൽ ഉണ്ട്. അവിടെ കർത്താവ് അപ്പം കൊടുത്തോ മാവ് കൊടുത്തോ? കാരണം ബാക്കിയല്ല അവൾക്ക്. കണ്ടോ? അപ്പൊ മാവ് കൊടുക്കേണ്ടവൾക്ക് തമ്പുരാൻ മാവ് കൊടുത്തു, അപ്പം കൊടുത്തിട്ട് ലേസി ആക്കിയില്ല. എന്നാൽ ചില അധ്യായം കഴിയുമ്പോൾ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട, കൊന്നു കളയോന്ന് പറഞ്ഞിരിക്കുക, ചൂരച്ചെടി കിടക്കുക. ആര്? ഏലിയാവ്. പുള്ളിക്ക് പ്രവചിക്കാനല്ലാതെ അപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല. ചാകാൻ കിടക്കുന്നവന് മാവ് കൊടുത്താലുള്ള രംഗം ഒന്ന് ചിന്തിച്ചേ. കർത്താവ് അവിടെ മാവല്ല കൊടുത്ത, പിന്നെ എന്ത് കൊടുത്തു? എത്ര പേർക്ക് മനസ്സിലായി? അപ്പം വേണ്ടവൻ അപ്പം, മാവ് വേണ്ടവന് മാവ്. അതാ ദൈവത്തിന്റെ വഴി. മാവ് അടുത്തിരിക്കുന്നവന് മാവ് കിട്ടി, തൊട്ടിപ്പുറത്തവൻ അപ്പം കിട്ടുമ്പോൾ മാവ് കിട്ടുന്നവൻ നമ്മൾ ടെൻഷൻ വരികയാണ്. എനിക്ക് മാവ്, ഇനി എന്തെല്ലാം റിസ്ക് എടുക്കണം, ഇവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് കുഴയ്ക്കണം, കമ്പ് വെറുക്കണം, കാത്തിക്കണം. ഞാൻ അതേ പറഞ്ഞ അതേ ഗ്ലോറിയും വിക്ടറിയും പറഞ്ഞ തൊട്ടടുത്ത ഏലിയാവിന് അപ്പവും കിട്ടി. ചിന്തിക്കണ്ട, ഏലിയാവിനില്ലാത്തൊരു ശക്തി നിനക്കുള്ളത് കൊണ്ടാ നിനക്ക് മാവ് തന്നതാ. എന്നാൽ തൊട്ട് നിന്റെ അപ്പുറത്തിരുന്ന് കരയുന്ന ഏലിയാവിനുണ്ടല്ലോ, അവന് നിൽക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടാ സ്വർഗം ചുട്ടിട്ട് ഡയറക്റ്റ് കൊടുത്തത്. ഇന്ന് പകൽ ദൈവാത്മ നിനക്ക് എങ്ങനത്തെ വഴി തുറക്കണമെന്ന് നിന്നെക്കാൾ നന്നായി അറിയുന്ന ദൈവം നിന്റെ നിലവാരം അറിഞ്ഞ് വലിയതും സഫലവുമാകുന്ന വഴി നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ തലമുറയ്ക്ക് വേണ്ടെന്ന ചിലത് എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. ചിലർ പറയും, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ വഴി മാത്രമേ കാണുന്നുള്ളൂ, ഒരു പോരാട്ടവും ഇല്ല, വളരെ കൂളാണ്, വളരെ ശാന്തമായി പോവാ. നിങ്ങൾ ഈ കുറേ പേര് പോരാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് ചുമ്മാതാ എന്ന് നിങ്ങൾ പറയുന്നു എന്നല്ല. അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. ഒന്നുകിൽ അത് തുറന്നത് ദൈവമല്ല, അല്ലെങ്കിൽ നീ ഇപ്പൊ വഴിയല്ലേ കണ്ടത്, പേടിക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യ്, പുള്ളി പുറകെ വരുന്നുണ്ട്. സ്തോത്രം. ഇതൊക്കെ മനസ്സിലായി? ദൈവമാണ് വഴി തുറന്നതെങ്കിൽ എതിരാളി ഉണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ തെളിവുകളെല്ലാം വേദപുസ്തക ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അങ്ങനെയാ. ഞാൻ നിങ്ങളോടൊന്നും ഞാൻ ചോദിക്കട്ടെ. സ്തോത്രം. ഒരു ദൈവ പൈതലിന് ദൈവം വഴി തുറന്നെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വലിയവനായ ദൈവം, ദൈവത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നിത്യനായ ദൈവം, മഹിമയിൽ വസിക്കുന്ന ദൈവം, മനുഷ്യനായ എനിക്ക് വേണ്ടി ഭൂമിയിൽ ഒരു വഴി തുറക്കുക. ദൈവം എനിക്ക് വേണ്ടി ഭൂമിയിൽ ഒരു ഡെലിവറൻസ് ചെയ്യുന്നു. മനുഷ്യനായ എനിക്ക് വലിയവനായ ദൈവത്തിന്റെ വഴിയെ എങ്ങനെ അറിയാൻ പറ്റും? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. വാക്യം ഞാൻ പറയാം, നിങ്ങൾ ഉത്തരം പറയണം. സ്തോത്രം. വാക്യം പറയുന്നു, നിങ്ങൾ ധ്യാനിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യം മനസ്സിലായല്ലോ? ദൈവം തുറന്ന വഴി എനിക്ക് എങ്ങനെ അറിയാം? ദൈവം എനിക്കൊരു വഴി തുറന്നിട്ടുണ്ട്, എതിരാളികളും ഉണ്ട്. വഴി തുറന്നിട്ടുണ്ട്, എതിരാളികളും ഉണ്ട്. ചോദ്യം, വഴി തുറന്നെന്ന് എങ്ങനെ അറിയാം? അത്രേ ഉള്ളൂ, വേറെ സിമ്പിൾ അല്ലേ? അപ്പൊ 10 എതിരാളിയും 2 ചെങ്കടലും ഒരു 1.5 യോർദാനും വരുന്നെങ്കിൽ ടെൻഷൻ പിടിക്കേണ്ട, സ്വോത്രം ചെയ്തോണം. എവിടെയോ തമ്പുരാൻ തുറന്നിട്ടുണ്ടാ. ദൈവം നമുക്ക് പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് നീ അനുഭവിക്കുന്ന സ്ട്രഗിള്. സ്തോത്രം. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എവിടെയൊക്കെ ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ടോ അവിടെയെല്ലാം എതിരാളികളുണ്ട്. പക്ഷേ ദൈവം തുറക്കുന്നത് സഫലമാകാത്തതല്ല, സഫലമാകുന്ന വഴിയാണ്. ആമേൻ. ഒന്നുകൂടി ഞാൻ ചോദിക്കാം. സ്തോത്രം. ചിലർ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എപ്പോഴും ചോദ്യങ്ങളിലൂടെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ എങ്ങനെ ചോദിച്ചു പോകുന്നത്? പ്രശ്നം ഉള്ളത് കൊണ്ടാണോ വഴി ഉള്ളത് കൊണ്ടാണോ പ്രശ്നം? ഇതൊരു വല്ലാത്തൊരു ചോദ്യമായിപ്പോ അല്ലേ? വിടുതൽ ഉള്ളത് കൊണ്ടാണോ പ്രശ്നം ഉള്ളത് കൊണ്ടാണോ വിടുതൽ? നമ്മുടെ ചിന്ത പറയാം ആദ്യം. സ്തോത്രം. നമുക്ക് കുറേ വിഷയം വന്നു. നമ്മളൊരു 21 ദിവസം ഇരിക്കുക. തന്നേ പറ്റൂ, തുറന്നേ പറ്റൂ, വിടിവിക്കണേ. നമ്മളങ്ങ് ഫസ്റ്റിൽ പിടിക്കുക. എൻ്റെ ഭാവനയാണ്, ഒരു 14 ദിവസമൊക്കെ കഴിയുമ്പോൾ സ്വർഗത്തിൽ ക്യാബിനറ്റ് കൂടും. സ്വന്തം സ്വർഗത്തിൽ ക്യാബിനറ്റ് കൂടിയിട്ട് ദൈവം ഇരിപ്പുണ്ട്, ദൂതന്മാരിരിപ്പുണ്ട്. ഇപ്പം നൈജീരിയയിൽ ഇവിടുത്തെ ലാഗോസിലുള്ള ദൂതന്മാരുണ്ടല്ലോ, ഓരോ
സിറ്റിയിലും ദൂതനുണ്ട്. അപ്പം ലാഗോസിലെ ദൂതനെ വിളിക്കും, എടാ റിപ്പോർട്ട് പറയാൻ പറയും. അതെ നമ്മുടെ ICCയിലുണ്ടല്ലോ, എന്നിട്ട് അവരിരുന്ന് ഭയങ്കര തന്നേ പറ്റൂ അപ്പാ, വഴി തുറക്കണേ അങ്ങ് പറയും. എന്നെ ചെയ്യണമെന്നറിയത്തില്ല. ഇതൊരു 17 നമ്മൾ ഇരിക്കുന്നതിൻ്റെ 17-ാം തീയതി ആയപ്പോൾ ക്യാബിനറ്റിൻ്റെ ഡിസ്കഷൻ എന്തോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് ഇങ്ങനെ, നിങ്ങൾ ചോദിക്കും പാസ്റ്റേ അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഭാവന പറയുക. അപ്പം കർത്താവ് ഇങ്ങനെ ചിന്തിച്ച്, എന്നാൽ പിന്നെ അങ്ങ് ഒരു ദൂതനെ വിളിച്ചടാ മോനെ അങ്ങ് വെട്ടിയാലേ, പുള്ളി ഇത്ര ഇരിക്കുകയല്ലേ. 19-ാം തീയതി ദൂതൻ ഇറങ്ങുന്നു, ഒരു മമ്മട്ടിയായിട്ട് വരുന്നു, വഴി തുറന്നു. 20-ാം തീയതി ആയപ്പോൾ വഴി തുറന്നു. 21-ാം തീയതി നമ്മൾ എന്നാ ദൂത് പറയും, സാക്ഷ്യം പറയും. ഞാൻ പറയട്ടെ, വൈബ്രേഷനൊക്കെ കൊടുത്ത് ദൈവകൃപയാൽ അങ്ങനത്തെ സാക്ഷി ഇവിടെ ഇല്ലാത്തതിനായി സ്തോത്രം. അപ്പം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു ആഴ്ച വട്ടക്കാലം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ വൈബ്രേറ്റൊക്കെ കൊടുത്തിട്ടൊരു വാക്ക് പറയും, കഴിഞ്ഞ 21 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഇരുന്നു, ദൈവം ചെയ്തു. അല്ലേ? അതല്ലേ നമ്മുടെ വാക്ക്, ഞാൻ ഇരുന്നു, ദൈവം ചെയ്തു. അല്ല, നീ ഇരുന്നത് കൊണ്ടല്ല ദൈവം ചെയ്തത്, ദൈവം ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് നിന്നെ ഇരുത്തിയത്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി ഇനി ചെയ്യാനൊന്നുമില്ല, തമ്പുരാൻ ചെയ്തു. എനിക്ക് ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവൻ ആദ്യനും അന്ത്യനുമാ. എനിക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് കിട്ടാൻ വേണ്ടിയാ ദൈവം എന്നെ പിടിച്ച് 21 ഇരുത്തിയത്. അങ്ങനെയെങ്കിൽ ഈ 7 കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളൊക്കെ നിങ്ങൾ പലവട്ടം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല എന്തിനാ ഇന്ന് വന്നതെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം എന്തിനാ നിന്നെ കൊണ്ടുവന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവ് എനിക്കറിയത്തില്ല, സഹോദരന്മാർ പറഞ്ഞു ഞാൻ വന്നു, അമ്മ സ്തോത്രം, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷെ നിനക്കറിയാം എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നെന്ന്. ഇന്ന് ആശീർവാദം പറയുന്നതിന് മുൻപ് നീ എന്തിനാണോ എന്നെ ഹോളിൽ കയറ്റിയത് അതെന്റെ വീട്ടിൽ വെളിപ്പെടണം, അതെന്റെ തലമുറയിൽ വെളിപ്പെടണം, അതെന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. എന്റെ അറിവുകൾക്കപ്പുറത്താണ് നിന്റെ പ്ലാനുകൾ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ വചനം ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ പൂരിപ്പിക്കാൻ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയെല്ലാം പൂരിപ്പിച്ച് ചിന്തിച്ചാൽ മതി. സ്തോത്രം, പെട്ടെന്ന് ചാടി പോവാം. അപ്പോൾ സ്തോത്രം, പക്ഷേ അങ്ങനെയാണെങ്കിൽ പ്രശ്നമുള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ കിട്ടുന്നേ? അപ്പോൾ അല്ല, ചോദ്യങ്ങൾ ഒത്തിരി വരാം. അബ്രഹാം ഉള്ളത് കൊണ്ടാണോ ലോത്ത് ഉള്ളത് കൊണ്ടാണോ അബ്രഹാം? കമോൺ, അബ്രഹാം ലോത്തുള്ളതുകൊണ്ട് അങ്ങനെയാണോ? അബ്രഹാം ബൈബിളിൽ ഇല്ലെങ്കിൽ ലോത്ത് പിക്ചറിലേ കാണത്തില്ല. സത്യമല്ലേ? എടാ ലോത്തെ, നീ നിൽക്കുന്നത് പോലെ ഈ മനുഷ്യൻ പുസ്തകത്തിൽ കയറിയത് കൊണ്ടാ. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങളിങ്ങനെ ലാഗോസിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു ലോത്ത് അങ്ങ് നിൽക്കുക എന്ന് വിചാരിക്കുക. ലോത്തിനെ കാണുക, ലോത്തിനെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. ലോത്തിനെ നീ കാണുക, നിന്റെ ഓഫീസിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ലോത്തിനെ കാണുക. നീ എന്ത് ചെയ്യണം? അയ്യോ പോയി എന്നാണോ? അല്ല, ചങ്കത്ത് കൈവയ്ക്കണം, എന്നിട്ട് സ്തോത്രം ചെയ്യണം. ഈ ലോത്തിനെ ഞാൻ കണ്ടെങ്കിൽ ഇവിടെ എവിടെയോ, ഈ പരിസരത്ത് എവിടെയോ കൂടാരവാതിൽക്കൽ ദൈവത്തെ വെയിറ്റ് ചെയ്യുന്ന ഒരു അബ്രഹാം ഉണ്ട്. ദേശത്തൊരു അബ്രഹാം ഉണ്ടതിന്റെ തെളിവാണ് ഈ ലോത്ത്. ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ലോത്തുമാരുണ്ടെങ്കിൽ തകരത്തില്ല. ഒരു അബ്രഹാം എവിടെയോ ഉണ്ട്. ലോത്തുമാരെ കണ്ട് ക്ഷീണിക്കുകയല്ല, അബ്രഹാമിനെ തിരിച്ചറിയാൻ. ഓ ജീസസ്, ആമേൻ, ആമേൻ. ഓ ജീസസ്. നിന്റെ ലൈഫിൽ സ്ട്രഗിളുകൾ വരുമ്പോൾ സ്തോത്രം ചെയ്യണം. ഈ സ്ട്രഗിളുകൾ ദൈവം എന്നെ പഠിപ്പിക്കുന്നത്, എവിടെയോ ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്, ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്. അബ്രഹാം ഉള്ളത് കൊണ്ടാ ലോത്ത്. ഗോലിയാത്ത് ഉള്ളത് കൊണ്ടാണോ ദാവീദ് ഉള്ളത് കൊണ്ടാണോ ഗോലിയാത്ത്? ദാവീദ് ഉള്ളത് കൊണ്ടാ പുള്ളി. സ്തോത്രം. എൻ്റെ കുഞ്ഞെ, നിന്റെ ലൈഫിൽ ഒരു ഗോലിയാത്തിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലൊരു ദാവീദ് ഉണ്ട്. അതിനെ വെളിപ്പെടുത്താനാണ് ഈ ഗോലിയാത്ത് വന്നത്. നിന്റെ ലൈഫിൽ ഒരു സ്ട്രഗിൾ വന്നത് നിന്റെ പ്രാർത്ഥന മനുഷ്യനെ പുറത്തെടുക്കാനാ. നിന്റെ വീട്ടിലൊരു സ്ട്രഗിൾ വന്നത് കരയുന്ന നിന്റെ പ്രാർത്ഥന ലൈഫിനെ ശക്തിയോടെ പുറത്തെടുക്കാനാ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രശ്നം ഉള്ളത് കൊണ്ടല്ല, വഴി ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. ആമേൻ. എന്നൊന്നുകൂടി കടത്തി പറഞ്ഞാൽ, പ്രശ്നത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് മഹത്വവും വലുതായിരിക്കും. ആമേൻ. ഞാൻ ഏതോ വാക്കിൽ എവിടെയോ പറഞ്ഞല്ലോ, തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും ഒക്കെ തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം തരും. എവിടെയൊക്കെ നീ സ്ട്രഗിൾ
കട്ടിയായിട്ട് അനുഭവിക്കുന്നെങ്കിൽ തൊട്ടിപ്പുറത്ത് മഹത്വവും വലുതായിരിക്കും. വേഗത്തിൽ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 28 അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 28. സ്ട്രഗിളുകൾ, അവൻ വഴിയെക്കുറിച്ച് നമ്മൾ വേഗത്തിൽ ചിന്തിച്ചു തുടങ്ങുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 28:10. അടുത്ത വാക്ക്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗങ്ങളായിരിക്കാം. ജോബ് ചാപ്റ്റർ 28 അവർ പാറകളുടെ ഇടയിലൂടെ നടകളെ വെട്ടുന്നു. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ചാല് കീറുന്നെന്നാണ് അതിന്റെ അർത്ഥം. നട വെട്ടുന്നു. ഒറിജിനൽ ടെക്സ്റ്റിൽ ചിന്തിച്ചു കഴിയുമ്പോൾ വഴി വെട്ടുന്നു എന്ന് പറയും. പാത വെട്ടി വരുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ കാണുന്നു. ചോദ്യം, ആരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ കാണും? പാറയിൽ വെട്ടുന്നവന്റെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ കാണും. പാറയിൽ വെട്ടാൻ എളുപ്പമാണോ കട്ടിയാണോ? ഇപ്പോൾ നിങ്ങളൊരു ഭാഗം ഒന്ന് ചിന്തിക്കുക. കൂട്ടായ്മ, നമ്മൾ 2 പേര് വഴി വെട്ടുക. 2 പേര് വഴി വെട്ടുക. ഒരാൾ മണ്ണിൽ വെട്ടുന്നു, വേറൊരാൾ പാറയിൽ വെട്ടുന്നു. മണ്ണിലും വെട്ടുന്നു, പാറയിലും വെട്ടുന്നു. ആരുടെ വീട്ടിലായിരിക്കും ആദ്യം വണ്ടി എത്തുന്നേ? അല്ല, നമ്മൾ 2 പേരും പായിട്ടു, 7 ഇരുന്നു. 7ാമത്തെ ദിവസം മണ്ണിൽ വെട്ടുന്നവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഗ്ലോറി വിക്ടറി, ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ വണ്ടി കാർ പോർച്ചിൽ കയറ്റിയിടാൻ തക്കവണ്ണം എൻ്റെ വീട്ടിൽ വഴി തുറന്നു. അതേ പായുടെ അങ്ങേ തലയ്ക്കൽ ഒരുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങിയ പാറയിൽ വെട്ടുന്നൊരു മനുഷ്യനുണ്ട്. അവൻ നോക്കുമ്പം വഴി പോയിട്ട് 2 കല്ല് പോലും ഇളകിയിട്ടില്ല. കണ്ടോ? ഞാൻ ഇരുന്നു. വളരെ ശ്രദ്ധിക്കുക വാക്കുകൾ. ഞാൻ ഇരുന്നത് കൊണ്ട് ദൈവം ചെയ്തു എന്നാണെങ്കിൽ പാറയിൽ വഴിവെട്ടുന്നവന്റെ ഉള്ളിൽ എന്തായിരിക്കും ചിന്തിക്കുന്നേ? ഞാൻ വെട്ടിയതൊന്നും ദൈവം കണ്ടില്ലേ? ഉള്ളു വേദനിക്കത്തില്ലേ? സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വിശ്വാസി പാറയിൽ വെട്ടുക. കഴിഞ്ഞ എത്രയോ നാളുകളായി അവർ വെട്ടിക്കൊണ്ടിട്ട് ഒരു കല്ല് പോലും അവരുടെ ലൈഫിൽ ഇളകിയിട്ടില്ല. എൻ്റെ ലൈഫിൽ പല വിടുതലുകൾ ദൈവം ചെയ്തു. അങ്ങനെ ഉള്ളവരെ നിങ്ങൾ കാണുന്നെങ്കിൽ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് കൈ കൊടുക്കണം. നിന്റെ കൂടെ ഉള്ളവർ പാറയിൽ പണിയെടുക്കുന്ന ഒരാളാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തി കൈ കൊടുത്തിട്ട് പറയണം, സഹോദര സഹോദരി പേടിക്കണ്ട, ദൈവം എനിക്ക് മണ്ണേ തന്നുള്ളൂ. മണ്ണ് തന്നത് കൊണ്ടാ പെട്ടെന്ന് ഞാൻ അങ്ങ് പിടിപ്പിക്കപ്പെട്ടത്. പക്ഷെ ദൈവം നിനക്ക് തന്നത് പാറയാ കേട്ടോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, മണ്ണിൽ വെട്ടിയ ഞാൻ കാണാത്ത ചിലത് പാറയിൽ വെട്ടുന്ന നീ കാണും. അതുകൊണ്ട് സഹോദരി, നീ ഡൗൺ ആകണ്ട. എനിക്ക് കിട്ടി, കുഴപ്പമില്ല. പക്ഷെ നീ പാറയിൽ വെട്ടിക്കോ, വീണ്ടും വെട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാറ പിളരും. വിലയേറിയത് നീ കാണും. ഇന്ന് പകൽ ഉറപ്പുള്ള എത്ര പേരുണ്ടാ? എന്റെ മുൻപിലിരിക്കുന്ന ഈ കട്ടിയേറിയ വിഷയം ബ്രേക്ക് ആകുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചിലർ മിണ്ടുന്നില്ല. ഞാൻ പറയാം, എൻ്റെ പൊന്നു വാസേ, ഞാൻ എൻ്റെ പ്രാർത്ഥന മുറി ചോദിച്ച 10-30 വർഷം അങ്ങ് വെട്ടുക. 7, 21, 40 കരഞ്ഞും സഭായോ എവിടെയൊക്കെ വന്ന് അവിടെയല്ല കർത്താവേ പാറ പിളരണേ എന്ന് പറഞ്ഞ് 31ാമത്തെ വർഷം അങ്ങ് പിളർന്നു. പിളർന്ന് ചെന്ന് നോക്കിയപ്പോ ഒരു 10 ലക്ഷം രൂപ ഇരിപ്പുണ്ട. എത്ര ലക്ഷം? ഞാൻ കർത്താവിനോട് പറഞ്ഞു, അതിന് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഏതാ? ഒരു പുരുഷായുസ് മുഴുവൻ വെട്ടി 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 ഇറങ്ങി ചെല്ലുമ്പോ ഇരിക്കുന്നത് എത്ര രൂപയാ? 10 ലക്ഷത്തിന് വേണ്ടി ഇത്രയും 30 വർഷമൊന്നും വെട്ടാൻ വയ്യ. ഈ സംഭവം ഇതിനകത്ത് തന്നെ. അതല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ? ഈ വിലയേറിയത് എന്നാന്ന് പറഞ്ഞാൽ വെട്ടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ പലരും മിണ്ടാതിരുന്നത്, എനിക്കറിയാം. പക്ഷേ അതിലെ പാറകൾ അല്ലെങ്കിൽ അതിൻ്റെ പാറ പിളരും. അവൻ്റെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ കാണും. പക്ഷേ ഈ വിലയേറിയത് എന്താ? അതൊന്ന് പറയാ. വായിക്കാം. 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? നിങ്ങൾ കടന്നു പോകുന്ന സ്ട്രഗിളായ പാറയില്ലേ, അത് പിളർന്നാൽ അതിനകത്ത് തന്നെ. 8ാമത്തെ വാക്യം. 6ാമത്തെ വാക്യം. 8 വായിക്കണം. 6ാമത്തെ വാക്യം. അപ്പൊ ഇനിയിപ്പോ വെട്ടുന്നതിന് വലിയ കുഴപ്പമില്ലല്ലോ. നീ വെട്ടുന്ന പാറയ്ക്കകത്ത് 10 ലക്ഷം രൂപയെന്നാണോ വാക്യം? പിന്നെ എന്നാ? അതിനിയിപ്പം 30 അല്ല 40 വെട്ടാനും ഞാൻ റെഡിയാ. കാരണം ഈ പാറ പിളർന്നാൽ
കൗണ്ട് ചെയ്യാത്ത ട്രഷേഴ്സാണ് ഇതിനകത്തകത്തിരിക്കുന്നേ. പകലത്തർക്ക് മനസ്സിലായി. എനിക്ക് അളക്കാൻ കഴിയാത്ത മഹത്വം അകത്ത് വെച്ചിട്ടാ ഒരു പാറ വെച്ച് എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്നതെങ്കിൽ ഞാൻ ഇന്ന് പകൽ തീരുമാനിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രതിസന്ധി മാറും. ഈ എതിരാളിയുടെ നടുവിൽ എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ വലിപ്പം ഞാൻ കാണും. ഉറപ്പുള്ളവരെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ജീസസ് 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 ഹല്ലേലൂയ. ഈ നൈജീരിയയിൽ ഇതുണ്ടല്ലോ, ഗോൾഡൊക്കെ ഇല്ലയോ? ഗോൾഡ് എവിടെയാ ഇരിക്കുന്നേ? പാറയുടെ ഇടയ്ക്ക് അകത്താ. ഇയ്യോബ് 28 വായിച്ചിട്ടാണ് കുഴിക്കാൻ തുടങ്ങിയത്. ട്രഷേഴ്സ് എല്ലാം പാറയ്ക്കകത്താ. വല്ലതും മനസ്സിലാവും? സയന്റിഫിക്കലി പ്രൂവായ കാര്യമാ. ജോബ് 28 വായിച്ചിട്ടാണ് കല്ലുകൾക്കിടയിൽ, പാറകൾക്കിടയിൽ, ഭൂമിക്കടിയിൽ, ആഴങ്ങളിൽ മൈൽസ് ഇതുപോലുള്ള കോളുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലായത്. ഇനി അതെങ്ങനെയാണ് കുഴിക്കുന്നത്? പാറയുടെ ഇടയിൽ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ചിന്തിക്കുക, പാറയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. 4-ാമത്തെ വാക്യം എന്താ വായിക്കുന്നേ? അവർ പാർപ്പുള്ള ഇടത്ത് നിന്ന് മാറി കുഴി കുത്തുന്നു. അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മൈൽസിന് നിങ്ങൾ ചരിത്രം അങ്ങനെ തന്നെ പറയുന്നത്. ഇവിടെ അടുത്തൊരു സ്വർണ്ണ ഖനിയുണ്ടെന്ന് ചിന്തിക്കുക. സ്വർണ്ണ ഖനിയുണ്ട്, നമുക്ക് പോകാൻ പറ്റത്തില്ല. സ്വർണ്ണ ഖനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. രാവിലെ ചെല്ലുന്നു, അതിലേക്ക് ഇറങ്ങിപ്പോകുന്നുള്ള ഡ്രസ്സ് ചിന്തിക്കണം. കറുത്ത്, നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ പൊടിയും മണ്ണും ഒക്കെ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അതാണ് വായിക്കുന്നത്. പാർപ്പുള്ള ഇടത്ത് നിന്ന്. ഇവിടെ ഒരു ഖനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും കെട്ടണം പിന്നെ പണിയോ? എല്ലാവരും ഒഴിപ്പിക്കുക. പാർപ്പുള്ള ഇടത്ത് നിന്ന് ദൂരെയായി അവൻ കുഴി കുത്തുക. എവിടെ? അകത്തിരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുക. കടന്നു ഇപ്പം ചിന്തിച്ച ഒരച്ചായൻ അതിനകത്തിരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുക. പുള്ളിയുടെ ഭാര്യ അതിൻ്റെ മുകളിലത്തെ റോഡിലൂടെ പോവുക. ഏതാ? ചന്തയില്. നടന്നു പോകുന്നവർക്ക് ഇവനെ മനസ്സിലാകുമോ? അതാ വാക്യം. നടന്നു പോകുന്നവർക്ക് മറന്നിരിക്കുകയാ. പക്ഷേ വചനം പറയുന്നു, മുകളിലുള്ളവൻ കാണാത്തത് വെട്ടുന്ന നീ കാണും. ഇന്ന് പകൽ എതിരാളികളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, കട്ടിയേറിയ സാഹചര്യങ്ങളിൽ ഇന്നും വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന പലരും ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽ ആത്മനിറവിൽ ദൂതായി കൈമാറുകയാണ്. നീ നിന്റെ കണ്ണ് വിലയേറിയത് കാണും. വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ കണ്ണ് വിലയേറിയത് കാണും. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ നമ്മുടെ ലൈഫിന്റെ സ്ട്രഗിളുകൾക്കകത്ത് ദൈവം വെച്ചിരിക്കുന്നത് സ്ട്രഗിളിന്റെ കട്ടി അനുസരിച്ചുള്ള ബ്ലെസ്സിങ് ആയിരിക്കും. ഈ ITI പഠിക്കാൻ 2 വർഷം മതി. MBBS പഠിക്കാൻ 5 വർഷം മതി. ITI പഠിച്ച ശമ്പളമല്ല MBBS. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇപ്പൊ കട്ടി കൂട്ടി എക്സാം തരുന്നെങ്കിൽ ഓർത്തോണം, സാലറി ഇച്ചിരി കൂടുതലാ, മഹത്വവും കൂടുതലാ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് പാസ്റ്റേ എന്നാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളുടെ മുമ്പിൽ ആ പാറ പിളരും. അത് ഇന്ന് പിളരാൻ ഞാൻ ആഗ്രഹിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇനി അതിന്റെ 7-ാമത്തെ വാക്യം കൂടി വായിച്ച് ആ ഭാഗം വിടാം. ആ ആ ആ അടുത്ത വാക്ക്, അത് നീ കാണും. വാക്കിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിക്കുക. പാറയുടെ ഇടയിൽ കുഴി വെട്ടുന്നു, അവന്റെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ കാണുന്നു. അതേതാ ഈ വിലയേറിയ വസ്തു? കനകപ്പൊടിയും ഗോൾഡും. 5 കിലോ ഗോൾഡ് എന്നല്ല വാക്യം. ഉൽപ്പത്തി സ്ഥാനം ഭയങ്കരമായിട്ട് കിടപ്പുണ്ട്. അടുത്ത വാക്ക് പറയുന്നു, അതിലെ പാത കഴുകൻ അറിയുന്നില്ല. കഴുകൻ അറിയുന്നില്ല. പുളച്ച കാട്ടുമൃഗം നടന്നിട്ടില്ല. അടുത്ത വാക്ക് പറഞ്ഞു, സിംഹം അതിൽ ചവിട്ടിയിട്ടില്ല. അത് നീ കാണും. എന്താ നീ കാണാൻ പോകുന്നേ? കഴുകൻ കാണാത്തത്, സിംഹം ചവിട്ടാത്തത് നിന്റെ കണ്ണിൽ ദൈവം വെളിപ്പെടുത്തും. ഉൾക്കൊള്ളാൻ പറ്റുമോ? ഞാൻ അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കാം. കഴുകൻ ആരാ? പക്ഷികളുടെ രാജാവ്. സിംഹം ആരാ? മൃഗത്തിന്റെ രാജാവ്. രാജാക്കന്മാര് കാണാത്തത് പണിയെടുക്കുന്ന നീ കാണുമെന്ന്. നീ ഒന്നുകൂടി പറയാം. നമ്മുടെ കാഴ്ചശക്തിയും കഴുകന്റെ കാഴ്ചശക്തിയും കൂടി ഒന്ന് പിന്നീട് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി.
ചെറിയ ഒരു സംഭവത്തെ കഴുകൻ നോക്കിയാൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉയരത്തിൽ പറന്നു നിൽക്കുമ്പോൾ, 5 to 6 കിലോമീറ്റർ ഉയരത്തിൽ കഴുകൻ പറന്നു നിന്നാൽ താഴിരിക്കുന്ന ചെറിയൊരു കോഴിക്കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ നോക്കുന്ന പോലെ കാണാം. അവരുടെ കാഴ്ചശക്തി നോക്കണം. നമ്മുടെ കാഴ്ചശക്തി, മനുഷ്യൻ്റെ കണ്ണാടിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഫുൾ പവറിലാണെങ്കിൽ 5 കിലോമീറ്റർ വരെ ചെറുതായിട്ട് വരെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മങ്ങലായിരിക്കും. എന്തൊക്കെയോ ഉണ്ടെന്നറിയാം, ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഈ പുള്ളി 6 കിലോമീറ്ററിൽ നിന്നാൽ അടുത്തിരിക്കുന്നതായിട്ട് തോന്നുമെന്ന്. പുള്ളിയുടെ കാഴ്ചശക്തി എന്തുവാ? ആ പുള്ളി കാണുകയല്ലെന്നാ ബൈബിൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കാണാൻ യോഗ്യൻ ആരാ? കഴുകനല്ലേ? തമ്പുരാൻ പറഞ്ഞ അവന്റെ കണ്ണിന് മറച്ചിട്ടെ പാറയിൽ വെട്ടുന്ന നിന്റെ കണ്ണിന് ഞാൻ കാണിക്കാം. ഇന്ന് പകൽ നമ്മളൊക്കെ ചിന്തിക്കാറില്ല, എൻ്റെ പൊന്നു പാസ്റ്ററെ ആ അഡ്മിഷനൊക്കെ അത് രാജാക്കന്മാർക്കുള്ളതല്ലേ അല്ലേ? അവിടെയോ എൻ്റെ മോക്ക് ജോലിയോ രാജാക്കന്മാർക്കുള്ളതല്ലേ? നമുക്കോ? ഒറ്റ ഉത്തരം, പാറയിൽ പണിയെടുക്കുന്നത് പോലെ. ഞാൻ പാറയെന്ന് പറഞ്ഞ ലിറ്ററലി അല്ല, വിരിച്ചിട്ടിരിക്കുന്ന പായിൽ മുഴങ്കാലും അടക്കി ഒരു 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുന്ന നീ തന്നെ ഓർത്തേ, ഒരു കനിയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയെ പോലെയല്ലേ നിന്റെ ആത്മതലം ഉടഞ്ഞ് കയറി വരുന്നത്. നീ പണിയെടുക്കുമ്പോൾ സ്വർഗം പറയുക, നിനക്കറിയത്തില്ല ഞാനാ കൂലി നിശ്ചയിക്കുന്നത്. കഴുകന്മാരുടെ കണ്ണിന് കൊടുക്കാത്ത ചിലത് നിന്റെ തലമുറയ്ക്ക് ഞാൻ വെളിപ്പെടുത്തും. എത്ര പേർക്കത് രാമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. എന്നെ കൊണ്ടത് പിടിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആ കനകപ്പൊടി എടുക്കാൻ പറ്റത്തില്ല, ആ അഡ്മിഷൻ എനിക്ക് വാങ്ങാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ദൈവം എനിക്കത് തരും. ഈ പാറ പിളരും. എനിക്ക് അർഹതപ്പെട്ടതിനെ, ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പ്രതിസന്ധിയെ, എന്റെ തലമുറയ്ക്ക് അർഹതപ്പെട്ടതിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന എതിരാളികളെ ഇന്ന് പകൽ ദൈവം പൊളിച്ചിട്ടോ. വചനത്തിന്റെ വെളിപ്പാടിൽ ചില പാറകൾ ഇന്ന് പകൽ പിളരട്ടെ. നിങ്ങൾക്ക് അർഹതപ്പെട്ട ചിലതിനെ ഉള്ളിൽ ഒതുക്കുന്ന ചില മാനുഷിക കരങ്ങൾ ഈ പകൽ പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗമത് പൊളിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് പകൽ എനിക്ക് എന്നോട് വ്യക്തമായി വചന വെളിപ്പാടി പറയുന്നത് കൊണ്ടാ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്യും. ചവിട്ടാൻ യോഗ്യം സിംഹമാ. സിംഹം രാജാവാ, കാട്ടിലെവിടെയും കയറി ചെല്ലാം. അവന്റെ ബലം വലുതാ, കഴുകന്റെ കണ്ണ് വലുതാ, സിംഹത്തിന്റെ ശക്തി വലുതാ. ശക്തി കൊണ്ടും കണ്ണുകൊണ്ടും കിട്ടാത്തത് കുഴിക്കുന്നവന് കിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ വായിച്ചല്ലോ 2 Chronicles വേർഷിപ്പിൽ, അല്ല എനിക്ക് ശക്തിയും ഉണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ ഇപ്പൊ ഈ വിഷയത്തോട് പറ്റുകയല്ല കർത്താവേ. കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി അത് പിളർത്തി തരാം, ഞാൻ നിനക്ക് വേണ്ടി ജയം തരാം. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട് ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും? അപ്പൊ കട്ടി കൂടിയതിന് സ്വത്രം പറയാവോ? അങ്ങനെ എൻ്റെ ലൈഫിൽ ദൈവം അനുവദിച്ച പാറകൾക്കായി സ്തോത്രം എന്ന് പറയാവോ? പ്രിയ ദാസന്റെ ബ്രദർ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളും എല്ലാ പാറകൾക്കും സ്തോത്രം. എന്തിനാ? എന്നെ തകർക്കാനല്ല, എന്നെ പണിക്കാരൻ പണിതെടുത്ത് പുറത്തു വരുന്നത് പോലെ ചില പാറകളെ പൊളിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് എൻ്റെ ജീവിതത്തിലെ സ്ട്രഗിളുകളാണ്. നിന്റെ എതിരാളികൾ നിന്നെ തകർക്കാനുള്ളതല്ല, നിന്നിലെ അഭിഷിക്തനെ പുറത്തെടുക്കാനുള്ളത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ചെങ്കടലുള്ളത് കൊണ്ടല്ല വഴി ഒരുക്കി വെച്ചത് കൊണ്ടാണ് ചെങ്കടൽ വന്നേ. യോർദാൻ ഉള്ളത് കൊണ്ടല്ല കല്ല്, 12 കല്ല് അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് യോർദാൻ അനുവദിക്കുന്നേ. അങ്ങനെയെങ്കിൽ യോർദാൻ വരുന്നെങ്കിൽ സ്തോത്രം ചെയ്തിട്ട് പറയണം, ഞാൻ കാണാത്തതും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ 12 കല്ല് ഈ യോർദാന്റെ അകത്തുണ്ട്. അതെനിക്ക് തരാൻ വേണ്ടിയാ ഈ സ്ട്രഗിൾ അനുവദിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. ഈ മാവ് കുഴയ്ക്കുന്നത് നമുക്കറിയാം, ഞാൻ പല മെസ്സേജുകളിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ദൈവാത്മാവ് ഇവിടെ വീണ്ടും അത് ആമേൻ ചിലരുടെ ഹൃദയത്തോടുള്ള ബന്ധത്തിൽ ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മാവ് കുഴയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുഴച്ചിട്ട് ചെറിയൊരു പാത്രത്തിലോട്ട് അത് എടുത്തു വയ്ക്കുന്നു.
ചെറിയൊരു പാത്രത്തിലോട്ട് അത് എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് കുറച്ച് സമയം പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ നോക്കുമ്പോൾ ബണ്ണായിട്ട് കണ്ണാടിക്കൂട്ടിലോട്ട് കയറുന്നു, അല്ലെങ്കിൽ പപ്സായിട്ട് വരുന്നു അല്ലേ. കുഴച്ചതല്ല പിന്നെ കാണുന്നേ. പപ്സിൻ്റെ വില, നാട്ടിലെ വില പറയുകയാണ് 25 രൂപ. ഓക്കെ അല്ലേ, 25 രൂപ. ചോദ്യം, കുഴച്ചതിനും കണ്ണാടിക്കൂട്ടി കയറിയ പപ്സിനും ഇടയിലൊരു പ്രോസസ് ഉണ്ട്. എന്താ അതെന്നാന്നറിയാവോ? ഒരു ഡോറ് പുള്ളി ഒരാളിങ്ങ് തുറക്കും. നാട്ടിലത്തെ കാര്യം പറയാം, വലിയൊരു ചട്ടുകത്തിനകത്തോട്ട് ഈ വെച്ച സാധനത്തെ എടുത്തങ്ങോട്ട് വെക്കും. എന്നിട്ട് ചട്ടുക അകത്തോട്ടങ്ങ് കയറ്റും. ഇന്നത്തെ ജനറേഷനിൽ പറഞ്ഞ അവൻ്റെ പ്രോസസ്സ്, അവൻ്റെ ഡോർ അങ്ങോട്ട് തുറക്കുന്നു, ഈ പ്ലേറ്റിനെ എടുക്കുന്നു, അകത്തോട്ടങ്ങ് വയ്ക്കുന്നു, ഡോർ അടയ്ക്കുന്നു. ചോദ്യം, അതിനകത്ത് എന്താ നടക്കുന്നേ? ഇതൊക്കെ ഉള്ളൂ ഉത്തരം. പലതും പറയാം, അത്രേ ഉള്ളൂ. എന്നാ നടക്കുന്നതെങ്കിൽ അതിനോട് ചോദിക്കണം. ഏതാ? അകത്തിരിക്കുന്നതിനോട് ചോദിക്കണം. പുറത്തിരുന്ന് നമുക്ക് തിസീസ് എഴുതാം, ഇത്ര സമയം ഇരുന്നാൽ ഇത്ര പൊങ്ങും, അതിൻ്റെ വ്യാപ്തി എന്നൊക്കെ 30 പേജ് എഴുതാം. പക്ഷെ അകത്തിരിക്കുന്ന ഈ മാവിനോട് ചോദിക്കണം, അച്ഛാ എങ്ങനെ ഉണ്ട് അനുഭവം? അങ്ങനെ ഇരിക്കുന്ന പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട. കുഴച്ചു, എല്ലാവരും കണ്ടു. നമ്മൾ വിചാരിച്ചു ഇപ്പൊ പ്രോഡക്റ്റ് എന്നാ. നോ, കുഴച്ചെടുത്തിട്ട് ഒരു ഡോറ് തുറന്ന് ഇപ്പൊ അകത്തോട്ടങ്ങ് വെച്ചിരിക്കുക. എന്നിട്ട് ഡോറ് അടച്ചു. നിനക്കും നിന്റെ ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ ഇപ്പൊ അവിടെ എന്നാ നടക്കുക എന്ന്. ഒന്നുകൂടി പറഞ്ഞ പ്രവാചകന്മാർക്ക് പോലും അറിയത്തില്ല. നീ കടന്നു പോകുന്നൊരു ചൂടുണ്ടല്ലോ, ആമേൻ, അത് സംതിങ് സ്പെഷ്യലാ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഹാർഡാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, ഓവന്റെ ഡോറ് തുറക്കത്തില്ലേ, ഡോർ അടയ്ക്കത്തില്ലേ, ഈ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഇടയിൽ, അല്ലെങ്കിൽ തുറക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ചെയ്യും. എന്നാന്നറിയാമോ? ടൈം സെറ്റ് ചെയ്യും. 20 minutes, 25 minutes, 30 minutes സെറ്റ് ചെയ്തിട്ട് ആ ഡോറ് തുറന്ന് ഇവനെ അകത്തോട്ട് വെച്ചത്. നീ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ചൂട് കൂടുതലാന്നല്ലേ? തമ്പുരാൻ പറഞ്ഞു, ഇല്ല കുഞ്ഞ്, നീ വേഗാൻ 25 മിനിറ്റ് എടുക്കണം. നീ എന്ന പ്രോഡക്റ്റ് ആകാൻ 25 മിനിറ്റ് എനിക്ക് വേണം. എന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം, 25 മിനിറ്റ് കഴിഞ്ഞ 1 സെക്കൻഡ് കയറാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എന്നെ പാറ ദൈവം വെട്ടാൻ ഏൽപ്പിച്ചെങ്കിൽ, ഈ എതിരാളികളെ എന്റെ ലൈഫിൽ ദൈവം അനുവദിച്ചെങ്കിൽ, എന്റെ ലൈഫ് മുഴുവൻ ഇങ്ങനെ പോകുമെന്നല്ല, വലിയവനായ ദൈവം ഒരു ടൈം ഇട്ടിട്ടുണ്ട്. അന്ന് ഈ പാറ പുലരും. ഓ ജീസസ്. ഈ പകൽ ദൈവം ചിലരുടെ ഓവന്റെ ഡോർ തുറക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചേ. പപ്സിനിരിക്കാൻ നിങ്ങൾ പിന്നെ പറയും, പക്ഷേ ആ ടൈം തെറ്റാണ്, 25 അല്ല 30 എത്ര ആയിക്കോട്ടെ, ഞാനതൊക്കെ ഉദാഹരണം പറയുന്നതാ. ഒന്ന് പപ്സ് വേകാൻ 25 മിനിറ്റ് എന്ന് ചിന്തിക്കുക. കുഴച്ചു വെച്ചു. പ്ലം കേക്ക് ഉണ്ടാക്കാൻ 1.5 മണിക്കൂറാന്ന് ചിന്തിക്കുക. അതും പക്ഷേ അതല്ല, ഇത്രേ ഉള്ളൂ. അതും എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയുക. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, 25 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോറ് തുറക്കുന്നു, ചിലരെ എടുത്തോണ്ട് പോവുക. അടുത്തിരിക്കുന്ന നമ്മൾ ഇരുന്നങ്ങ് വേകുക. നമ്മുടെ ചോദ്യം, എൻ്റെ അത്ര പോലും പ്രാർത്ഥിക്കാത്ത പുള്ളിയെ എടുത്തു, എന്നെ എടുത്തില്ല അല്ലേ? ഞാനും പ്രാർത്ഥിച്ചു, അവനും പ്രാർത്ഥിച്ചു, എന്നെയും കുഴച്ചു, അവനെയും കുഴച്ചു, എന്നെയും വെച്ചു, അവനെയും വെച്ചു. പക്ഷെ അവൻ ദേ ഇപ്പൊ കണ്ണാടി കൂട്ടി അടിച്ച് മിന്നുക. സ്റ്റിൽ ഐ ആം ദാറ്റ് ഫയർ. ഞാൻ ഇന്നും തീക്കാത്ത. അപ്പൊ എന്നിൽ എന്തോ, എൻ്റെ കുഞ്ഞെ, നീ പ്ലം കേക്കാന്ന്. അവൻ പപ്സാ, അവന്റെ വില 25, നിന്റെ വില 300. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്? സിമ്പിൾ. നിന്റെ വില മാറണോ, 2 മണിക്കൂർ കൂടി ഇരുന്നേ പറ്റൂ. അങ്ങനെയെങ്കിൽ തീക്കായി സ്തോത്രം പറയാവോ? ഇനി വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്നാ, ഉപവസിക്കാം. കർത്താവ് തീ അങ്ങ് ഓഫ് ചെയ്യട്ടെ. പറ്റത്തില്ല, പക്ഷെ നിർത്ത്. കർത്താവ് നിർത്തും. പക്ഷേ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മാവാണോ എന്ന് ചോദിച്ചാൽ, കേക്കാണോ എന്ന് ചോദിച്ചാൽ, ഒരു 2 കെട്ട വിശ്വാസിയായി പോകും. നരകത്തിൽ ഇടാമോ എന്ന് ചോദിച്ചാൽ അവിടത്തേക്കും പറ്റത്തില്ല. ഇപ്പുറത്തോട്ട് കേട്ടാന്ന് വിചാരിച്ചാൽ ഇത് വല്ലാത്തൊരു കുഴ. അത് തമ്പുരാൻ ഇഷ്ടമല്ലാത്തോണ്ടാ. കർത്താവ് ഇച്ചിരി കൂടി ഒന്ന് ഇരിക്കും മോനെ, ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാ. 1.5 മണിക്കൂറെന്നുണ്ടല്ലോ, 90 മിനിറ്റ്, 91 മിനിറ്റ് ആകുകയല്ല. ഞാൻ വിശ്വസിക്കുന്നു ആ 90 മിനിറ്റിന്റെ ബെല്ല് ക്ലിങ് എന്ന് കേൾക്കത്തില്ലേ?
ഓവന്റെ അത് ഇപ്പോഴാകട്ടെ എന്ന് വിശ്വസിക്കാവോ? ആമേൻ, 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 ആമേൻ. ഇനി ഞാൻ പപ്സുകാരോടാ ദൂത് പറയുന്നേ. ഏതാ പെട്ടെന്ന് 25 മിനിറ്റിൽ പുറത്തു വന്ന പപ്സുകാരില്ലയോ? നിങ്ങൾ എന്നാ ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ മീറ്റിംഗ് കഴിയുമ്പോൾ കേക്കുകാരോട് ദൂത് പറയണം. പേടിക്കേണ്ട സഹോദരി, നീ ഇപ്പോൾ ഓവല്ല, എന്നെക്കാളും വിലയുള്ളത് കൊണ്ടാ. ഒന്ന് അവരെ ഒന്ന് ഹഗ് ചെയ്തിട്ട് പറ്റണം. അതാ കൂട്ടുവിശ്വാസി. എനിക്ക് ഇത്രയൊക്കെ തമ്പുരാൻ തന്നുള്ളൂ, പക്ഷെ നിന്നെ ദൈവം വെച്ചിരിക്കുന്ന വേറെ എന്തൊക്കെയോ. അതുകൊണ്ട് എൻ്റെ വിടുതൽ കിട്ടിയിട്ട് നിന്നെ ദൈവം ഇത്രയും സ്ട്രഗിളിലൂടെ വിടുന്നുണ്ടെങ്കിൽ, ഈ എതിരാളികളെ ഇപ്പോഴും ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. അവൻ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എൻ്റെ ലൈഫിൽ എത്രത്തോളം പ്രതിസന്ധി വരുമോ അതിനപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വഴി ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി എന്നും കാണത്തില്ല, ഈ ഓവന്റെ ചൂടെന്നും കാണത്തില്ല. ദൈവം അത് തുറക്കും. I will be displayed in the higher position. ദൈവം എന്നെ ഉന്നതങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യങ്സ്റ്റേഴ്സിനോട് തന്നെ പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന പല സ്ട്രഗിളുകൾ കാണും. പല പഠിത്തത്തിൽ സ്ട്രഗിൾ കാണാം, ലൈഫിൽ സ്ട്രഗിൾ കാണാം, കല്യാണം കഴിഞ്ഞിട്ടും സ്ട്രഗിളുകൾ കാണാം, ജോലിക്ക് പോകുമ്പോൾ സ്ട്രഗിളുകൾ കാണാം. പക്ഷെ എന്നാ സ്ട്രഗിൾ വന്നാലും ഉള്ളിൽ തീരുമാനിക്കേണ്ട എന്നാന്നറിയാമോ? ഇതെന്നെ പണിയാനുള്ള ദൈവത്തിന്റെ ഓവനാണ്. എന്നെ തകർക്കാനല്ല, എന്നെ ഇല്ലാതാക്കാനല്ല, എന്നെ പൊളിച്ചു കളയാനല്ല, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് എന്നെ കൊണ്ടുവരാനുള്ള മോൾഡുകളാകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി ദൈവം വഴി തുറന്നാലുള്ള പ്രത്യേകത വേഗത്തിൽ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദൈവം വഴി തുറക്കുന്നത് പ്രതിസന്ധികൾക്കകത്താ. ഒന്നുമില്ല എന്നും തകർന്നു എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ പറയും, ഇതിനകത്ത് ഞാനൊരു വഴി ഇട്ടിട്ടുണ്ട്. പാറ വരുമ്പോൾ ഓർക്കുക, ഇതിനകത്തൊരു കനകപ്പൊടി കൊണ്ട് ഒരു വഴിയുണ്ട്. ഒറ്റ വേർഡ് കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയം നമ്മുടെ മുൻപിൽ വേഗം പോകുന്നല്ലോ. സ്തോത്രം. പലതും ആ ചിന്തിക്കാത്ത തലങ്ങളിലൂടെയൊക്കെ, വചനത്തിന്റെ തലങ്ങളിലൂടെയൊക്കെ ദൈവം നടത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്, പല കുടുംബങ്ങളെയും ഇന്ന് പകൽ വിടുതലിലേക്ക് ദൈവം നടത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മൾ ചിന്തിക്കാത്ത ചിലത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ പ്ലാനുകൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നേ? നമ്മൾ വിചാരപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ വിചാരപ്പെടുന്നത് നമുക്ക് വേണ്ടിയാ. നമ്മൾ നമുക്ക് വേണ്ടിയാ വിചാരപ്പെടുന്നത്, അല്ലേ? ദൈവം ആർക്ക് വേണ്ടിയാ വിചാരപ്പെടുന്നേ? പിന്നെന്തിനാ നീ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്നേ? ഫ്രീസലോ അല്ല, ദൈവത്തിന് മോളെ കെട്ടിക്കണം, അയ്യോ എന്നാ ചെയ്യും, ലോൺ അടയ്ക്കണ, കർത്താവിന് ഒരു വിചാരവും ഇല്ല. ബൈബിൾ എന്നാ പറഞ്ഞു? എനിക്ക് വിശന്നാ നിന്നോട് എന്നാത്തിനാടാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ വിചാരങ്ങൾ. അപ്പൊ ദൈവത്തിന് വിചാരം ഉണ്ട്, പക്ഷെ ദൈവത്തിന്റെ വിചാരം ദൈവത്തിന് ലോൺ അടയ്ക്കുന്നതിനെ കുറിച്ചല്ല. ഈ സൂര്യൻ എങ്ങനെ ഇത്രത്തോളം കത്തി നിർത്തണം, ഇത് എങ്ങനെ നാളെ ഇന്ധനം മേടിക്കണം, ഒന്നും കർത്താവിന് വിഷയമല്ല. സ്തോത്രം. ഇതെങ്ങാനും വീഴും, ഒന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ ദൈവത്തിന്റെ വിചാരം മുഴുവൻ ഭൂമിയിലിരിക്കുന്ന തൻ്റെ മക്കളെ ഓർത്താണ്. ആ വിചാരപ്പെടുന്ന ലിസ്റ്റിനകത്ത് ഞാനുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭാരപ്പെടണം? സ്തോത്രം. വായിക്കാം എബ്രായ ലേഖനം 11:29 വാക്യം. ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാലുള്ള പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത വേഗത്തിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും പ്രതിസന്ധികളോടൊക്കെ. ഹീബ്രു ചാപ്റ്റർ 11:29 29 വാക്യം. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രൈമിയർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഇന്ന് പകൽ ദൈവം വഴി തുറന്നാൽ നീ അതിലൂടെ അക്കരെ കയറും. ഉറപ്പുണ്ടോ? ദൈവമാണ് തുറക്കുന്നതെങ്കിൽ ആ വഴി നിനക്കുള്ളതാ, വേറൊരാൾക്കുള്ളതല്ല. ആ വഴി നിനക്ക് വേണ്ടി വച്ചിരിക്കുന്നതാ. മിസ്രൈമ്യര് നോക്കിയാൽ അതിൽ കയറാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നെ അവിടെ ചിന്തിപ്പിച്ചൊരു വാക്ക്, ഒരു വിശ്വാസം എന്നുള്ളൊരു വേർഡാണ്. സ്തോത്രം. അതുകൂടി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വഴി ദൈവം തുറക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ളൊരു ആക്ഷൻ അവിടെ കാണുക. ദൈവം മോശയോട് പറഞ്ഞു, വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. ഇപ്പോ വെള്ളം ഉണ്ടോ അവിടെ? കഴിഞ്ഞ ദിവസം ഏതോ എന്റെ ടെസ്റ്റ് മണി പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം മാറി നിൽക്കുകയല്ലേ? വെള്ളം മാറിയല്ലോ, ഉണങ്ങിക്കിടക്കുകയല്ലേ, കര പോലെ കിടക്കുകയല്ലേ, ചെരുപ്പ് നനയാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. ചോദ്യം, അവിടെ നടക്കാൻ വിശ്വാസം വേണോ? സപ്പോസ് വെള്ളം പിരിഞ്ഞില്ലെന്ന് വിചാരിക്കുക, വെള്ളം പിരിഞ്ഞിട്ടില്ല, വെള്ളം ഇങ്ങനെ കിടക്കുക,
ദൈവം പറയാ ഇറങ്ങി നടന്നോ. വിശ്വാസം വേണം. ഇതിപ്പോ വീണാലും എവിടാ വീഴുന്നേ? തറയല. ഞാൻ പറഞ്ഞു കർത്താവ്, അപ്പൊ പിന്നെ വിശ്വാസത്തിൽ എന്തിനാ അവര് കരയിൽ നടക്കുന്നേ? ഇത്രയും ഉറപ്പുള്ള ഭൂമിയിലൂടെ നടക്കുമ്പോ എന്തിനാ വിശ്വാസം? കർത്താവ് പറഞ്ഞു, എൻ്റെ മോനെ അവിടെയാണ് വിശ്വാസം വേണ്ടേ. നീ 2 വശം ഒന്ന് നോക്കാൻ പറഞ്ഞു. പലരും ഇപ്പൊ തന്നെ ചങ്ക് പൊട്ടിയിരിക്കുക. നിങ്ങളിപ്പോ ആ ചെങ്കടലിന്റെ നടുവിലൂടെ ദൈവം തുറന്ന വഴിയിലേക്ക് ഒന്ന് സ്റ്റെപ്പ് വെച്ചു. ഒന്ന് എൻ്റെ കൂടെ വരിക. നമ്മള് ചെങ്കടലിൽ ഇറങ്ങി അല്ലേ. 2 വശത്ത് നിൽക്കുന്ന എന്നാ വെള്ളം ഇങ്ങനെ അച്ചാരിങ്ങനെ അങ്ങ് നിൽക്കുക. ചൈനയിലെ വൻമതിൽ അങ്ങല്ല വാക്യം, വെള്ളത്തെ മതിൽ പോലെ നിർത്തിയെന്നാ. ഇപ്പൊ വെള്ളം സ്റ്റില്ലായി നിന്നാൽ അതിന്റെ അർത്ഥം എന്നാ? ഗ്ലാസ് പോലെ അങ്ങ് നിൽക്കുക അല്ലേ. മറ്റൊരു വാക്ക് പറഞ്ഞാൽ ദുബായ് അക്വേറിയൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നാൽ മതി. ഇവർ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇടത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക, വലത്തോട്ട് നോക്കുമ്പോൾ ഈ പുള്ളി നിൽക്കുക, അകത്തോട്ട് നോക്കുമ്പോൾ തിമിങ്ങലം ഗ്ലാസ്സിലൂടെ ഇവരെ കാണുകയല്ലേ. ഏതാ തകർക്കുമെന്ന് പറഞ്ഞ ചെങ്കടൽ. ഒന്നുകൂടി പറയാം, ഇന്നലെ ഈ ചെങ്കടലിനോട് ചോദിച്ചാൽ അവരെന്തു പറയും? എൻ്റെ പൊന്നു മാസ്റ്റേ, മോശയല്ല, അഹറോനല്ല, 25 ലക്ഷമല്ല, 50 ലക്ഷം വന്നാലും ഞാൻ വിഴുകും. അത്രയും വയർ എൻ്റെ ഉണ്ട്. ഇവർ ഇതിനപ്പുറം പോവുകയല്ല. മണിക്കൂർ കഴിഞ്ഞപ്പോ അതേ വെള്ളം പറയാ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിൽക്കാം ഇവിടെ. മനസ്സിലായി? ഇന്നലെ വിഴുങ്ങുമെന്ന് പറഞ്ഞവനെ തന്നെ സംരക്ഷണം അതിലാക്കിയവനാ ദൈവം. ഇന്നലത്തെ നിന്റെ പ്രതിസന്ധികൾ നിന്നെ വിഴുങ്ങാതെ വണ്ണം അനക്കാതെ നിർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. തിമിങ്ങനെ വാ വളർന്നു വരിക, മറുവശത്ത് സ്രാവ് കൂടി, ഇങ്ങനെയൊക്കെ പല മീനുകളും വരുന്നതായിട്ടൊന്ന് ചിന്തിക്കുക, സങ്കല്പിക്കുക. ചങ്ക് തകരത്തില്ലേ? ഇതെങ്ങാനും പൊട്ടിപ്പൊളിഞ്ഞ് വീണാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചേ. അല്ലേ, ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോ എന്റെ പച്ച ഇതെങ്ങാനും പൊട്ടിപ്പൊളിഞ്ഞേതാ. ഉടനെ വിശ്വാസം പറയും, ഇല്ല കുഞ്ഞേ, നീ അക്കര കയറുന്നിടം വരെ ഒരു തുള്ളി വെള്ളം നിന്റെ തലയ്ക്ക് മുകളിൽ വീഴാൻ ഞാൻ അനുവദിക്കത്തില്ല. വിശ്വാസത്താൽ അവർ കരയിലെന്നത് പോലെ നടന്നു. ഇന്ന് പകൽ തുറന്നത് ദൈവമെങ്കിൽ ഇനി അതിനെ അടയ്ക്കാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ദൈവം ചിലർക്ക് വേണ്ടി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി തന്റെ വഴികൾ തുറക്കട്ടെ. അടയ്ക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിലുള്ള ചിലത് ദൈവം തുറക്കും. 2, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പുതിയത് ദൈവം തുറക്കും. 2ാമത്തെ വാക്ക്, മൂടിപ്പോയതിനെയും തുറക്കാൻ ദൈവം വിശ്വസ്തനാ. 2 വാക്ക് മറക്കരുത്. ഇന്ന് വരെ നിനക്ക് തുറക്കാത്ത വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാ. 2, അടഞ്ഞു പോയതിനെയും തുറക്കാൻ ദൈവം വിശ്വസ്തനാ. ഈ 2 ആംഗിളിൽ എവിടെയാണ് നിനക്ക് വേണ്ടത് അത് ഇന്ന് പകൽ ചെയ്യും. പുതിയതാണോ നിനക്ക് തുറക്കേണ്ടത്, അതിന് സ്തോത്രം. അല്ല, ഇന്നലകളിൽ ഉണ്ടായിരുന്നത് എവിടെയൊക്കെയോ അടഞ്ഞു പോയെങ്കിൽ അതിനെ റീ ഓപ്പൺ ചെയ്യാൻ ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഉണ്ടായിരുന്ന ചിലത്, ഉണ്ടായിരുന്ന അഭിഷേകം, ഉണ്ടായിരുന്ന ദൈവകൃപ, ഉണ്ടായിരുന്ന പ്രാർത്ഥന, ഉണ്ടായിരുന്ന നന്മ, ഉണ്ടായിരുന്ന ജോലി, ഉണ്ടായിരുന്ന ശമ്പളം, ഉണ്ടായിരുന്ന ആരോഗ്യം, ഇടയിൽ എവിടെയോ അടഞ്ഞു പോയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാം, ഞാനതിനെ റീ ഓപ്പൺ ചെയ്യുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഏതൊക്കെയോ വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് ചിലത് ഓപ്പണാക്കുകയാണ്. അവൻ ദൈവത്തിന്റെ കരം പിടിച്ചിട്ട് എത്തിക്കേണ്ടത് എത്തിക്കാൻ, ചെയ്യേണ്ടത് ചെയ്യാൻ ഇന്ന് പകൽ അവന്റെ മഹത്വം വെളിപ്പെടുകയാണ്. അതിന്റെ ഉറപ്പിനൂടെ ഒരു വചനം പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ജനസിസ് ചാപ്റ്റർ 26. എന്താ വായിക്കുന്നത്? അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നത് പോലുള്ളൊരു ക്ഷാമം പിന്നെ ഇസ്ഹാക്കിന്റെ കാലത്തും ഉണ്ടായി. 2ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത്. മതി ഒരു വേർഡ്. 1ാമത്തെ വാക്യം പറയുന്നു ക്ഷാമം ഉണ്ടായി. 2ാം വാക്യം പറയുന്നു യഹോവ പ്രത്യക്ഷനായി. ദൈവം പ്രത്യക്ഷനായത് എപ്പോഴാ? അപ്പൊ എന്തിനാ ക്ഷാമം വന്നത്? അപ്പൊ ക്ഷാമത്തിന് സ്വോത്രം പറഞ്ഞാ പോരെ? ഈ ഫാസ്റ്റ് എന്തൊക്കെയായി പറയുന്നല്ലേ?
ദൈവം എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? ക്ഷാമം വന്നപ്പോൾ. അങ്ങനെയെങ്കിൽ എൻ്റെ ലൈഫിലെ ക്ഷാമങ്ങളെല്ലാം ദൈവം വെളിപ്പെടാനുള്ള ഇടങ്ങളാണ്. എൻ്റെ ലൈഫിലെ സ്ട്രഗിളുകളെല്ലാം ദൈവം സ്വർഗം തുറന്നിറങ്ങി വരുന്ന ഇടങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ ആത്മാവിൽ ഏറ്റെടുക്കുക. എൻ്റെ ലൈഫിൽ ക്ഷാമം വരത്തില്ലെന്നല്ല, വന്നു. പക്ഷെ അതിനെ തകർക്കാനല്ല, മറഞ്ഞിരുന്ന ദൈവ സാന്നിധ്യം നീക്കി നിന്റെ അരികിലൊന്ന് ഇറങ്ങി വരാനാ. ആർക്കുമില്ലാത്തൊരു ക്ഷാമം നിനക്ക് വന്നതെങ്കിൽ ക്ഷാമത്തെ അല്ല നീ കാണേണ്ടത്, ദൈവത്തെ കാണുക. നമ്മൾ എന്നാ കാണും? നമ്മൾ ക്ഷാമം കാണും. അയ്യോ, അന്നും വന്നു ഇന്നും വന്നു. അപ്പൻ്റെ കാലത്ത് ക്ഷാമം വന്നു, എൻ്റെ കാലത്തും വന്നു. തീർന്നു. ഈ അങ്ങനെ ഇസഹാക്ക് അതല്ല. ആ ക്ഷാമകാലത്ത് ഇറങ്ങിയ ദൈവശബ്ദം കേട്ടു. എന്താണ് ദൈവശബ്ദം? ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞ് ദൂത് അവസാനിപ്പിക്കാം. ദൂതെന്താ? സ്തോത്രം, നീ ഇവിടെ തന്നെ പാർക്കുക. പാർത്തു. ഗരാരിൽ വിതച്ചു, 100 മേനി കിട്ടി. എൻ്റെ ചോദ്യം വേറെയാ. സപ്പോസ് ഉദാഹരണമാണേ, ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു, 8 മാസമായി അല്ലെങ്കിൽ 10 മാസമായി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കാം, കൊച്ചു കുഞ്ഞിനെ പാല് മേടിക്കാൻ പോലും പൈസ ഇല്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടോ, കുഞ്ഞിനെ പാല് മേടിക്കോ? ഉറപ്പാണല്ലോ. ക്ഷാമമാണ് ദേശത്ത്. കയ്യിലുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയെല്ലാം തീർന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നാള് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. വീടിൻ്റെ മൂലയിൽ നോക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് ഇരിപ്പുണ്ട് വിതയ്ക്കാനുള്ളത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കുഞ്ഞ് കരയുവാണേ, വിശപ്പ് സഹിക്കാൻ വയ്യ, എന്ത് ചെയ്യും? പിന്നല്ല സ്വതന്ത്രം, ആദ്യം വിശപ്പ് പിന്നെ വിത. പക്ഷെ ഇസഹാക്ക് അതിന് റെഡി അല്ല. ആ ദേശത്ത് വിതച്ചു എന്നല്ലേ വാക്യം? ചോദ്യം, വിത്ത് എവിടെ നിന്ന് കിട്ടി? ഇസഹാക്കേ, നിനക്ക് വിതയ്ക്കാൻ വിത്ത് എവിടെ നിന്ന് കിട്ടി? ഉത്തരം ഇസഹാക്ക് പറയും, എത്ര ക്ഷാമം വന്നാലും കഴിക്കാനൊന്നുമില്ലെങ്കിലും വിത്ത് തൊട്ടിട്ട്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ക്ഷാമം മാറും. അന്ന് വിതയ്ക്കാൻ എന്നിൽ വിത്തുണ്ടാകണം. ഇന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് നിന്റെ ലൈഫിൽ ക്ഷാമമാ. ചോദ്യം, പ്രാർത്ഥനയുടെ വിത്തുണ്ടോ? വാഗ്ദത്വത്തിന്റെ വിത്തുണ്ടോ? പറയാവോ? ക്ഷാമം എത്ര കട്ടിയായാലും എന്റെ ദർശനം വിട്ടിട്ട് ഒരു കളിയില്ല, എന്റെ പ്രാർത്ഥന വിട്ടിട്ട് ഒരു കളിയില്ല. കാരണം ഈ വിത്ത് ഞാൻ സൂക്ഷിക്കും. ഈ വിത്ത് നാളെ 100 മേനി തരും. ഈ വിത്ത് നാളുകളിൽ ഒരു വിടുതൽ തരും. ഈ വിത്ത് നാളുകളിൽ എനിക്കൊരു അനുഗ്രഹമായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ക്ഷാമം വന്നപ്പോഴും വിത്ത് സൂക്ഷിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രതിസന്ധിയുടെ അങ്ങേ കരയിലെത്തിയപ്പോഴും പാടിയവർ ഇതിനകത്തിരിപ്പുണ്ട്. ഓ, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീവിതത്തിന്റെ ക്ഷാമത്തിന്റെ അത്യുച്ചകോടിയിൽ മറുപടികളില്ലാത്ത സമയത്തും ആമേൻ, സ്തോത്രം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചിഞ്ചില പഠിച്ച് പാടിയവർ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ. വിത്ത് കളഞ്ഞില്ല നിങ്ങൾ. അത് നിങ്ങളോടാ പറഞ്ഞാൽ ഞാൻ 100 മേനി തരാം. വിത്തുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കർത്താവ്, ഞാൻ ക്ഷാമത്തില, മറുപടിയൊന്നും ഇല്ല, പക്ഷെ ഞാനൊരു ചൂടില. പക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിൽ വിത്തുണ്ട്. ദർശനം എൻ്റെ ഉണ്ട്, പ്രാർത്ഥന എൻ്റെ ഉണ്ട്, വചനം എൻ്റെ ഉണ്ട്. അത് ഞാൻ വിതയ്ക്കും. 100 മേനി എനിക്ക് കിട്ടും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയില്ല, ദൈവാത്മാവ് ഒരു വാക്ക് ആ ഭാഗത്ത് നിന്ന് വല്ലാതെ നിർബന്ധിക്കുന്നു. 26-ാം അധ്യായം. ഹല്ലേലൂയ. 100 മേനി കിട്ടി. ആമേൻ, സ്തോത്രം. അതിന്റെ 18-ാമത്തെ വാക്യം. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. അടുത്ത വാക്ക. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ആമേൻ. പറയാവോ? ഞാനൊരു പ്രവാചകൻ എന്നുള്ള നിലയിൽ സഭയോട് പ്രവചിച്ച് ഇന്ന് പകലത്തെ മീറ്റിംഗ് ഞാൻ നിർത്തുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്കിതൊരു രഹോബോത്തായി മാറട്ടെ.
രഹോബോത്തിന്റെ പകലായി മാറട്ടെ. സ്തോത്രം. ചെറിയ കാര്യമല്ല. അബ്രഹാമിന്റെ കാലത്ത് കുടിച്ചതും മൂടിപ്പോയതിനെ അവർ റീ ഓപ്പൺ ചെയ്തു. ഇന്നലകളിൽ ഉണ്ടായിരുന്നതും ഇടയിൽ എവിടെയോ മൂടിക്കളഞ്ഞതുമായ ചിലതിനെ അവൻ പിന്നെയും കുടിച്ചു. പറയാമോ? വീണ്ടും ഓപ്പണാകും, വീണ്ടും തുറന്നു വരും. ഇന്ന് പകൽ അടഞ്ഞു പോയ ചിലത് ഈ പകൽ തുറക്കട്ടെ. തുറക്കട്ടെ. അടഞ്ഞു പോയ ചിലത് റീസ്റ്റാർട്ട് ചെയ്യാൻ, തിരിച്ചു പിടിക്കാൻ ഈ പകൽ നിയോഗം ദൈവം ഏൽപ്പിക്കുകയാണ്. ഇതൊരു രേഖാബോത്തായി മാറുകയാണ്. നിന്റെ വീട്ടിൽ ഇന്ന് പകൽ ഒരു രേഖാബോത്താണ്. അല്ലാത്ത ദൈവ സാന്നിധ്യവും വചനത്തിന്റെ ഡെപ്തും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഞാൻ നിങ്ങളെ നോക്കി ഈ ദൈവകൃപയിൽ തന്നെ നിങ്ങൾ സഭ മുന്നോട്ട് പോകണം. ഒരിക്കലും ഹല്ലേലൂയ ശുശ്രൂഷയിൽ ഒരു ഹാർഡ്നെസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരരുത്. ഒരിക്കലും. എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ഒരു ലെവലുണ്ട്. എന്ത് കിട്ടിയാലും ഉണ്ടല്ലോ ഒരു ആമേൻ പറയാൻ നിൽക്കുന്ന ഒരു മനസ്സ് ഈ നിഷ്കളങ്കതയോടുകൂടി തന്നെ 50 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കുണ്ടാകണം. ആമേൻ സ്തോത്രം. ഞാനത് പ്രബോധിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ആമേൻ സ്തോത്രം. അവൻ കുഴിച്ചു. അടുത്ത വേർഡ് പറയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ. കുഴിച്ചു. വെള്ളം കണ്ടോ? വെള്ളം കണ്ടോ? കണ്ടു. കോരാൻ പറ്റിയോ? കോരാൻ പറ്റിയോ? ഇല്ല. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ. ഇസഹാക്ക് കുഴിച്ചു, വെള്ളം കണ്ടു. എൻ്റെ ഭാഷയെ പറഞ്ഞ ഭാര്യയും ഭർത്താവും ഇസഹാക്കും ഭാര്യയും കൂടി പറഞ്ഞെടി നമുക്ക് വെള്ളം കോരണ്ട. സഭയിൽ നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിംഗ് വീട്ടിൽ വെച്ചിട്ട് ഈ വെള്ളം കോരി പായസം വെച്ച് നമ്മുടെ ICC കൊടുത്ത് നമുക്ക് ഫസ്റ്റ് അങ്ങനെ ചെയ്യാം തീരുമാനിച്ചു. വെള്ളം കണ്ടു. പ്രാർത്ഥനയുടെ ദിവസം രാവിലെ ചെല്ലുമ്പോൾ വെള്ളത്തിനും തൊട്ടിക്കും ഇടയിൽ മണ്ണ്. വിടുതൽ കണ്ടോ? എവിടെയോ ഉണ്ടെന്നറിയാം. ചോദ്യം, കയ്യിലെടുക്കാൻ പറ്റിയോ? വിടുതലിനും കൈക്കും ഇടയിൽ പിശാചിട്ട മണ്ണ്. ഇസഹാക്ക് മൗനമായി. പിന്നെയും കുഴിച്ചു. ആ വാക്കിന് ഒത്തിരി കട്ടിയുണ്ട്. എങ്കിലും എന്നൊരു വാക്കുണ്ടല്ലോ, അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. മൂടി, അതുകൊണ്ട് പുസ്തകം മടക്കിയെന്നല്ല. മൂടി, അതുകൊണ്ട് നിർത്തിയെന്നല്ല. ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. അടുത്ത പദം, പിന്നെയും മൂടി. വീണ്ടും കുഴിച്ചു. ചോദ്യം, കുഴിച്ചവൻ നിർത്തിയോ മൂടിയവൻ നിർത്തിയോ? അതൊന്ന് തീരുമാനിക്കാവോ? മൂടുന്നവന്റെ ജോലി മൂടുക, കുഴിക്കുന്നവന്റെ ജോലി. എന്റെ ജോലി മൂടുക അല്ല, എന്റെ ജോലി കുഴിക്കുക. എടാ, നീ എത്ര മൂടിയാലും ഞാൻ കുഴിക്കും. ഒടുവിൽ കുഴിച്ചവൻ മൂടിയവൻ ഇട്ടിട്ട് പോയതല്ലാതെ കുഴിച്ചവൻ ഒന്നും പറ്റിയില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് മാത്രമായിരിക്കും ജയം. പ്രാർത്ഥിക്കുന്ന നിനക്കാണ് ജയം. നിനക്ക് ദൈവം സ്വസ്ഥത തരും. ഹല്ലേലൂയ. മൂടാൻ നിൽക്കുന്ന ചിലതിനെ ഇന്ന് ദൈവം സ്റ്റോപ്പ് ചെയ്യുകയാണ്. രഹബോത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ദൈവം നമുക്ക് ഇടം ഉണ്ടാക്കി. ദൈവം നമുക്ക് ഇടം ഉണ്ടാക്കി. മലയാളത്തിൽ അങ്ങനെ വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ ബ്യൂട്ടിയാണ് ആ വേർഡിന്. എന്നാ വായിക്കുന്നേ? ഹി മെയ്ഡ് റൂം ഫോർ അസ്. ഇസഹാക്ക് എന്താ ചെയ്തത്? കിണറ് കുഴിക്കുകയല്ലേ ചെയ്തേ? ചോദ്യം, കിണർ കുഴിക്കുന്നത് എങ്ങോട്ടാ? റൂം പണിയുന്നത് എങ്ങോട്ടാ? ഇസഹാക്ക് പോയത് ആത്മാവിൽ താഴോട്ട്. തമ്പുരാൻ പറഞ്ഞു, നീ താഴോട്ട് പോകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി മുകളിലോട്ട് പണിയും. അതാ ദൈവ ഇടം ഉണ്ടാക്കുക എന്ന് പറയാ. ഞാൻ ഉണ്ടാക്കിയെന്നല്ല വായിക്കുക. ദൈവം എനിക്ക് ഇടം ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കും. ദൈവം ഉണ്ടാക്കും. ഒരു ശത്രുവിനും തൊടാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചിലത് തുറക്കും. ഇന്ന് മുതൽ അത് ചെയ്യും. ഇനി 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 രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ദൈവം ഇടം ഉണ്ടാക്കി. ഇടമുണ്ടാക്കുക എന്നതിന്റെ ഹീബ്രു വാക്ക് അറിയാമോ? അതിനൊരർത്ഥമുണ്ട്. വീണ്ടും പറഞ്ഞു, രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇടമുണ്ടാക്കുക. ഇടമുണ്ടാക്കുക എന്നതിന്റെ മെയ്ഡ് റൂം ഫോർ അസ്.
മെയ്ഡ് റൂം ഫോർ അസ് എന്നതിന്റെ ഹീബ്രു വാക്ക് റഹാബ് രഹാബ് എന്നല്ല, സ്പെല്ലിംഗ് ഒന്നാണെങ്കിലും റഹാബ് എന്നാണ് സ്പെല്ല് ചെയ്യേണ്ടത്. റഹാബ് എന്നാണ്. അതിന് മറ്റൊരർത്ഥമുണ്ട്. അത് പഠിച്ചെങ്കിലേ വഴി തുറക്കുന്നതിന്റെ ഡെപ്ത് മനസ്സിലാവും. ദൈവം തുറന്നാൽ, ആ വാക്യം കൂടി ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ മതി. എക്സഡസ് 34:24 എല്ലാവർക്കും കാണാമല്ലോ. 34:24 ദൈവം നമുക്ക് വേണ്ടി ഇടം ഉണ്ടാക്കും എന്നതിൽ എന്തൊക്കെയുണ്ട് എന്ന് എക്സഡസ് 34:24 എന്താ വായിക്കുന്നേ? ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. ദൈവ ഇടം ഉണ്ടാക്കിയാൽ ഈ 3 കാര്യം അതിനകത്ത് കാണും. He made room for us എന്ന് പറയുന്നതിന് റഹാബ് എന്ന അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം, 1 ജാതികളെ ഇന്നലെ വരെ മൂടിയതിനെ ഞാൻ നിന്റെ മുമ്പിൽ ഓടിച്ചു കളയും. ഇന്നലെ വരെ നിന്നെ നശിപ്പിക്കാൻ നിന്നതിനെ ഞാൻ മാറ്റിക്കളയും. 2 ഞാൻ നിന്റെ ടെറിട്ടറി എൻലാർജ് ചെയ്യും, വിശാലമാക്കും. 3 നീ യോഗത്തിന് പോകുന്ന സമയമുണ്ടാ, ആ സമയത്ത് ആരും നിന്നെ അറ്റാക്ക് ചെയ്യത്തില്ലെന്നല്ല, നിന്റെ ആലയത്തെ അല്ലെങ്കിൽ നിന്റെ ദേശത്തെ മോഹിക്കയില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്നാ? നോക്കാൻ പോലും ഞാൻ അനുവദിക്കത്തില്ലെന്ന്. ഐ വിൽ ഗാർഡ്, ഞാൻ സൂക്ഷിക്കും. ഇന്നലെ വരെ മൂടിയത് സത്യമാ. ഇന്ന് പകൽ പരിശുദ്ധാത്മ നിറവിൽ വചനത്തിന്റെ വെളിപ്പാടിൽ ആമേ തലമുറകളെ നോക്കി, കുടുംബങ്ങളെ നോക്കി, അഭിഷിക്തൻ എന്നുള്ള നിലയിൽ ഞാൻ ദൂത് പറയുകയാ. നിന്റെ കുടുംബത്തിന് അവർ ഇടമുണ്ടാക്കും. എങ്ങനെ? ഇന്നലകളിൽ നിന്റെ തലമുറയെ മൂടിക്കിടന്നതിനെ ദൈവം ഓടിച്ചു കളയും. ഇതുവരെ ഇല്ലാത്ത വിശാലത ദൈവം ഉണ്ടാക്കും. ദൈവം അതിനെ സൂക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒരു നിമിഷമാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. മൂടിയത് സത്യമാ, മൂടിയത് സത്യമാ, പാറ സത്യമാ, പ്രതിസന്ധി സത്യമാ, സ്ട്രഗിളുകൾ സത്യമാ. പാറ പുലരും. പാറകൾ പിളരട്ടെ, ചിലത് വിശാലമാകട്ടെ, ചിലത് പുറത്തു വരട്ടെ. യു ആർ കമ്മിങ് ഔട്ട്. നീ പുറത്തു വരികയാണ്, പുറത്തു വരികയാണ്. ദൈവം സൂക്ഷിക്കും. എവിടെയൊക്കെയോ ദൈവത്തിന്റെ തീ വെളിപ്പെടുകയാണ്. ദൈവ തീ മതിലായി മാറട്ടെ. നിന്റെ വീട്ടിന്, നിന്റെ ജോലിക്ക് ചില പുതിയത് ദൈവം തുറക്കും, ചില പുതിയത് ദൈവം തുറക്കും. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ആത്മനിറവിൽ ഒരു നിമിഷം കൽപ്പിച്ചാട്ടെ. എതിരാളികളെ ദൈവം മാറ്റും. എന്റെ അവകാശങ്ങൾക്കെതിരെ നിൽക്കുന്ന എതിരാളികളെ ദൈവം മാറ്റും. ദൈവം എനിക്ക് വിശാലത തരും. ദൈവം എന്നെ സൂക്ഷിക്കും. ഈ 3 വാക്കുകൾ ഒന്ന് വായിക്കൊണ്ട് പറയാൻ പറ്റുമോ? കർത്താവ് എന്റെ സ്ട്രഗിളുകളെ മൂടിയ, ഫെലിസ്ത്യരെ മൂടിയതിനെ, സ്ട്രഗിൾ ഇന്നലകളിൽ ക്ലോസ് ആയി പോയ സകല സ്ട്രഗിളുകളെയും ദൈവം മാറ്റും. ദൈവം എനിക്ക് എൻലാർജ് ചെയ്യും. ദൈവം എന്നെ ഗാർഡ് ചെയ്യും. പ്രാർത്ഥിച്ചാട്ടെ, മനസ്സ് തുറന്ന യേശുവിന്റെ നാമത്തിൽ ഒറ്റ നിമിഷത്തിൽ ഞാൻ നിങ്ങളൊന്ന് ബ്ലസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയതും വിശാലമായ വാതിലുകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ തൊട്ടപ്പുറത്ത് കർത്താവ് ഇത് പ്രാപിക്കുന്നതിന്റെ ഇടയിൽ നിൽക്കുന്ന പ്രതിസന്ധികളും എതിരാളികളും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഫോക്കസ് മുഴുവൻ എതിരാളികളിലായി ഞങ്ങൾ ക്ഷീണിക്കുന്നു. ഇന്ന് പകൽ ദൈവം പറഞ്ഞ എതിരാളി അല്ല നീ കാണേണ്ടത്, ദൈവത്തിന്റെ വഴി കാണ്. ഈ പാറയെ അല്ല കാണേണ്ടത്, കനകപ്പൊടിയെ കാണ്. ഫെലിസ്ത്യനെ അല്ല കാണേണ്ടത്, റഹാബ് എന്ന് പറയുന്ന വിശാലത നീ കാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവര് ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. കർത്താവിയുടെ ഈ ആരാധനയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ പോലും ശത്രു നോക്കി മോഹിക്കാത്ത വിധത്തിൽ ഇവിടെ നിൽക്കുന്ന
സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, അവരുടെ നന്മകളെ, അവരുടെ ജോലിയെ, അവരുടെ സ്ഥാപനങ്ങളെ, അവരുടെ ചെയറിനെ, അവരുടെ പൊസസിനെ വേറൊരാൾ മോഹിക്കാത്ത വിധത്തിൽ ദൈവം അവര് തീമതിലായി ഇറങ്ങട്ടെ. സ്വർഗ്ഗം അത് ചെയ്തതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ഒരു കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ.